3 വട്ടം റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാം. നോക്ക് നിങ്ങൾ, സ്വാദിഖായ ഖൽബോടെ, തെളിഞ്ഞ ഖൽബോടെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതൊക്കെ ചൊല്ലിയാൽ വെറുതെയാകുമോ? വെറുതെയല്ല. പഴയ കാലങ്ങളിലൊക്കെ ഉസ്താദുമാരി ഹദ്ദാദ് റാത്തീബിന് ഇത്രയും വലിയ പരിഗണന നൽകിയത് ഞാനിപ്പോഴും ആലോചിക്കുന്നു. എൻ്റെ ബഹുമാനപ്പെട്ട ഉസ്താദ് എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഹദ്ദാദ് റാത്തീബിന്റെ മഹത്വം പറഞ്ഞപ്പം വൈലത്തൂരിൽ ഉസ്താദ് ഓതിപ്പടിക്കുന്ന കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സഈദ് മുസ്ലിയാർ കുട്ടശ്ശേരി, അദ്ദേഹമാണെന്ന് ദർസ് നടത്തുന്നത്. ഉസ്താദിന്റെ ഉസ്താദ് സഈദ് ഉസ്താദാണ്, കുട്ടശ്ശേരി സഈദ് ഉസ്താദ്. അദ്ദേഹം ദർസ് നടത്തുന്ന സമയത്ത് വലിയ വലിയ മാരകമായ രോഗങ്ങളും പ്രതിസന്ധികളും വന്ന് പലരും പറയുമ്പോ, വെള്ളം മന്ത്രിക്കാൻ വരുമ്പോ, അതുപോലെ തന്നെ നൂലൂതാൻ വരുമ്പോഴൊക്കെ അവരോട് പറയത്രേ, ആ വെള്ളവുമായിട്ട് അല്ലെങ്കിൽ ആ നൂലുമായിട്ട് നിങ്ങൾ ഹദ്ദാദിന്റെ മജ്‌ലിസിലേക്ക് വന്നോളൂ, പള്ളിയിലേക്ക്. അങ്ങനെ ഹദ്ദാദ് കഴിയോളൂ അതിൽ കൂടാൻ പറയും. ആ ഹദ്ദാദ് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒന്നും ചൊല്ലേ ഒന്നുമില്ല. ആ വെള്ളം എടുത്തിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് എന്ന് പറഞ്ഞിട്ടൊന്ന് ഊതും. വലിയ മാരകമായ രോഗങ്ങൾ സുഖപ്പെട്ടു. ഞാനിത് പറയുന്നത് എന്തേ കാരണമെന്നറിയോ? എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ഹദ്ദാദിന്റെ മഹത്വമാണിത്. കാരണം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ഇത്രയും മഹത്വമുള്ള ദിക്റുകളാണ് ഹദ്ദാദിൽ കോർത്തിണക്കിയിരിക്കുന്നത്. ദാ നബി തങ്ങൾ പറയുന്ന വാക്കുകൾ കേട്ടോളൂ. ഒരുപാട് പറയാനുണ്ട് സ്വലാത്തിന്റെ മഹത്വം പറയുമ്പോ. നബി തങ്ങൾ പറഞ്ഞു, അസ്സലാത്തു അലയ്യ തൻഫിൽ ഫഖ്റ, അസ്സലാത്തു അലയ്യ തൻഫിൽ ഫഖ്റ. എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ ദാരിദ്ര്യത്തെ അത് നാടുകടത്തും. സയ്യിദുനാ റസൂലുള്ളാഹി, എന്റെ പേരിലുള്ള സ്വലാത്ത് ദാരിദ്ര്യത്തെ നാടുകടത്തും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാത്തു അലയ്യ തൻഫിൽ ഫഖർ ലികുല്ലി ഷൈഇൻ തഹാറ. ഓരോ വസ്തുക്കൾക്കും അതിനെ ശുദ്ധീകരിക്കാൻ ഓരോ മാർഗങ്ങളുണ്ട്. ഓരോന്നും ശുദ്ധീകരിക്കാൻ ഓരോ മാർഗങ്ങളുണ്ട്. നായ തൊട്ട് നജസായത് ശുദ്ധീകരിക്കാൻ മാർഗമുണ്ട്. മൂത്രമായത് ശുദ്ധീകരിക്കാൻ മാർഗമുണ്ട്. ഇങ്ങനെ ഓരോ സാധനത്തിനും അതിനെ ശുദ്ധീകരിക്കാൻ ഒരു മാർഗമുണ്ടെങ്കിൽ വത്വഹാറത്തു ഖുലൂബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ള മാർഗം മിനസ്വദ, തുരുമ്പ് പിടിക്കുന്നതിനെ തൊട്ട് മുഅ്മിനീങ്ങളുടെ ഹൃദയത്തെ സ്ഫുടം ചെയ്തെടുക്കാനുള്ള മാർഗം അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. ഇതിൽ നിന്ന് നമ്മൾ അകന്നു പോകാൻ പാടില്ല. ഇതൊക്കെയും സ്വലാത്തിന്റെ ബഹുമാനങ്ങളാണ്. സ്വലാത്തിന്റെ ബഹുമാനം വളരെ വലുതാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദുനിൽ മുസ്തഫ തങ്ങളുടെ അടുത്തൊരു നാട് വന്നിട്ട് പറയാൻ, യാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലയോ ഹബീബേ, ഖദ് ജിഅ്തുക ബിബിശാറ, ഞാൻ നിങ്ങളെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു സുവിശേഷവുമായിട്ടാണ്. ലം ആതി ബിഹാ അഹദൻ ഖബലക, ഇന്ന് വരെ ഞാൻ പല സുവിശേഷവും പല നബിമാർക്കും കൊണ്ടുവന്നു കൊടുത്തിട്ടുണ്ട്, സാലിഹീങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, നബിമാർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ഇങ്ങനെയുള്ള ഒരു സുവിശേഷം ലോകത്തൊരു പടപ്പിനും ഞാൻ കൊടുത്തിട്ടില്ല. ഇന്ന് നിങ്ങൾക്ക് കൊണ്ടുവരാൻ. എന്താണത്? എന്നെ ഇത്രയും അംഗീകരിച്ച് ബഹുമാനിച്ചു തരാനിരിക്കുന്ന സംഗതി എന്താ? വഹിയ അന്നല്ലാഹ തആല യഖൂലു ലക, നബിയേ, അത് ഇതാണ് നബിയേ, അല്ലാഹു തങ്ങളോട് പറയുന്നു, ഹബീബേ, എന്ത്? മൻ സല്ലല്ലാ അലൈക മിൻ ഉമ്മതിക സലാസ മർറാത്ത്, നിങ്ങളെ ഉമ്മത്തിൽ ഒരാള് 3 വട്ടം നിങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ ഗഫറല്ലാഹു ലഹു, അല്ലാഹു അവന് പുറത്തു കൊടുത്തത് തന്നെ. ഇൻ കാന ഖായിമ, അവൻ നിന്നുകൊണ്ടാണ് ആ 3 സ്വലാത്ത് ചൊല്ലിയതെങ്കിൽ ഖബ്ല അൻ യഖുദ്, ഇരിക്കുന്നതിന്റെ മുമ്പ് അല്ലാഹു പൊറുക്കും. വ ഇൻ കാന ഖായിദ, ഇരുന്നാണ് ആ സ്വലാത്ത് ചൊല്ലിയതെങ്കിലോ ഖബ്ല അൻ യഖൂം, ആ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് പൊറുക്കും. ഈ വിവരം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് മുഹമ്മദുർ റസൂലുള്ളാഹിയോട്
അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോ കിതാബുൽ മുസ്തത്റഫിൽ കാണാം, ഇതങ്ങ് പറഞ്ഞു കൊടുത്തപ്പോഴേക്ക് ഫഖറ ലില്ലാഹി സാജിദ് ഫഇൻദഹാ ഖറ ലില്ലാഹി സാജിദൻ ശുക്രൻ ലില്ലാഹ്. അല്ലാഹുവിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സുജൂദിൽ വീണു. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്ന് സ്വലാത്ത് എല്ലാവരും ഇഷ്ടംപോലെ അവസരം ഉണ്ടാവും. നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോഴൊക്കെ ഉച്ചത്തിൽ സ്വലാത്ത് വിളിച്ചോ, നഷ്ടം വരൂല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പൊ ഈ പറഞ്ഞ ഹദീസും നേരത്തെ പറഞ്ഞ ഹദീസും എല്ലാം കൂടെ കൂട്ടി വെക്കുമ്പോ 3 വട്ടം 3 പ്രാവശ്യം ഒരു ദിവസം സ്വലാത്ത് ചെല്ലുന്നതിന് ഇത്ര ബഹുമാനമുണ്ട് എന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ തന്റെ ഹദ്ദാദ് റാത്തീബില് 3 സ്വലാത്ത് വെച്ചതിന്റെ യുക്തിയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കും. ഇത്ര വലിയ മഹത്വമാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ഇതിലൂടെ നമുക്ക് തരുന്നത്. പക്ഷേ എന്തു പറയാനാ, നമുക്ക് വേണ്ട എന്നുള്ള മട്ടിലാണ് നമ്മളുള്ളത്. നമുക്കിതൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ടൊന്നുമില്ല, ഞാൻ അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന മട്ടിലാണ് നമ്മൾ ഉള്ളത്. ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാവരുത്. ഹദീസുകളിലേക്ക് കടന്നു വന്നാൽ ഇനിയും കുറേയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ മനുഷ്യ ശരീരത്തിലുള്ള ഓരോ രോമങ്ങളും അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ്. പടച്ചോനെ, എന്റെ ഉടമക്ക് നീ പുറത്തു കൊടുക്കണം. ഞാൻ ഏതൊരാളുടെ ശരീരത്തിലെ രോമമാണോ ആ രോമം പറയാൻ എന്റെ ഉടമക്ക് നീ പുറത്തു കൊടുക്കണം. ഇസ്തിഗ്ഫാറത്ത് ലി സാഹിബിഹാ, ഓരോ രോമങ്ങളും ഇസ്തിഗ്ഫാർ ചൊല്ലും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൈസുമാ കുൻതും ഫസല്ലു അലയ്യ ഫഇന്ന സ്വലാത്തകും തബ്ലുഗുനി. നിങ്ങൾ എവിടെയാണെങ്കിലും സ്വലാത്ത് ചൊല്ലിക്കോ. സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങൾക്ക് അതാ നിങ്ങളുടെ സ്വലാത്ത് അത് എനിക്ക് എത്തുന്നുണ്ട്. നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് ചൂടോടെ എനിക്ക് ലഭിക്കുന്നുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വലാത്തിൽ സലാമും കൂടെ ചേർക്കാൻ ശ്രമിക്കുക, നേരത്തെ പറഞ്ഞതുപോലെ. കാരണം എന്തുകൊണ്ട്? പണ്ഡിതന്മാരിൽ ചില ആളുകൾ, മഹാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ, അദ്ദേഹം കിതാബ് എഴുതുമ്പോൾ സ്വലാത്ത്, ആ സ്വലാത്ത് ഹദീസൊക്കെ എഴുതുമ്പോ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലും. അദ്ദേഹം പറയാൻ, ഞാൻ സലാം ചൊല്ലാറില്ലായിരുന്നു, സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി ചുരുക്കി ചൊല്ലുക എന്നുള്ള നിനക്ക് സ്വലാത്ത് മാത്രം ചൊല്ലി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബിനെ സ്വപ്നം കാണുന്നത്. ഇത് മഹാന്മാരുടെ മൊഴികളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ പ്രാധാന്യമുണ്ട്. അദ്ദേഹം പറയാണ്, ഞാൻ നബി തങ്ങളെ സ്വപ്നം കണ്ടു. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, മാ തുതിമ്മു സ്വലാത്ത അലയ്യ ഫീ കിതാബിക്. നിങ്ങൾ എന്താ കിതാബ് എഴുതുമ്പോ നിങ്ങൾ സ്വലാത്തിന് മാത്രം ഒതുക്കുന്നത്? എന്താണ് എന്റെ പേര് പറയുമ്പോൾ സലാമും കൂടെ ഇല്ലാത്തത്? സ്വലാത്ത് പൂർത്തീകരിക്കുന്നില്ല. അദ്ദേഹം പറയാൻ, അങ്ങനെ ഞാൻ അതാ അവിടുന്ന് ഞെട്ടിയുണർന്നു. പിന്നീട് ഫമാ കതബ്തു ബഅദ ദാലിക ഇല്ലാ സ്വല്ലൈതു വസല്ലംതു. ഞാൻ സ്വലാത്ത് ചൊല്ലുമ്പോൾ സലാമും കൂടെ ചൊല്ലി അത് പൂർത്തീകരിക്കാതെ പിന്നെ ഞാൻ കിതാബ് എഴുതിയിട്ടില്ല. ഇതൊക്കെയാണ് പണ്ഡിതന്മാർ. അവരൊക്കെ ഇതിനെ ഇത്രയും ബഹുമാനത്തോടെയാണ് കണ്ടത്. അങ്ങേയറ്റത്തെ ബഹുമാനത്തോടെയാണ് അവർ ഈ സംഗതികളൊക്കെ കണ്ടത്. ഇത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി, ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യായിൽ രേഖപ്പെടുത്തുന്നത് കാണാം, കിതാബുൽ ഇഹ്യായിൽ എഴുതി വെക്കുന്നത് കാണാം. അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന, എന്താണ്, ഞാൻ ഒരു ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. എന്റെ കൂടെ ഒരാൾ എന്റെ സഹയാത്രികനായിട്ടുണ്ട്. ഫസഹിബനി റജുൽ ഫകാന ലാ യഖൂമു വലാ യഖഉദു വലാ യതഹറകു വലാ യസ്കുനു ഇല്ലാ സ്വല്ലാ അലൻ നബി. എന്റെ ഒരു സഹയാത്രികൻ ഉണ്ടായിരുന്നു. അയാളുടെ അവസ്ഥ എന്താ? അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് പറയാണ്, അദ്ദേഹത്തിന്റെ അവസ്ഥ, അയാൾ എഴുന്നേൽക്കുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും അനങ്ങുകയാണെങ്കിലും അടങ്ങുകയാണെങ്കിലും എവിടെയാണെങ്കിലും അനക്കത്തിലും അടക്കത്തിലും ഇരുത്തത്തിലും നൃത്തത്തിലും എപ്പോഴും ഇല്ലാ സ്വല്ലാ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ അങ്ങനെ? എല്ലായിടത്തും നിങ്ങൾക്ക് സ്വലാത്താണല്ലോ.
എപ്പോഴും നിങ്ങളെ നാക്കിൽ സ്വലാത്താണല്ലോ, എന്താ ഇത്ര കൂടുതൽ സ്വലാത്ത് എല്ലാം കാരണം? അവിടുന്ന് പറഞ്ഞു, മുത്തുനബിയുമായി ഒരു കണക്ഷൻ വേണ്ടേ, ഒരു ബന്ധം, അതല്ലേ നമ്മളെ സലാമത്താക്കാനുള്ളൂ. അതിനൊരു പ്രത്യേക കാരണമുണ്ട്, ഞാൻ പിന്നീട് പറഞ്ഞു തരാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയാ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്താ പറഞ്ഞത്? ഖറജ്തു അവ്വല മറത്തിൻ ഇലാ മക്ക, നേരത്തെ ഒന്നാം തവണ ഞാൻ മക്കയിലേക്ക് വരുമ്പോൾ വമഇ അബി, എന്റെ പൊന്നുപ്പയും എന്റെ കൂടെയുണ്ട് ഹജ്ജിന്. അങ്ങനെ മക്കത്ത് വന്നു. മക്കത്ത് വന്ന് ഞങ്ങൾ ഹജ്ജ് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് അതാ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോ ഞങ്ങളൊന്ന് കിടന്നു. ഞാൻ അങ്ങ് ഉറങ്ങി. എന്റെ വാപ്പയും എന്റെ അടുത്തുണ്ട്, രണ്ടുപേരും ഉറങ്ങുകയാണ്. പെട്ടെന്നാണ് ഞാൻ ഉറങ്ങിയപ്പോൾ ഇത് അഥാനിയാത്ത്, എന്റെ അടുത്തൊരാൾ വന്നു. സ്വപ്നത്തിൽ ഒരാൾ വരാൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഖും, എഴുന്നേൽക്കവിടുന്ന്. ഫഖദ് അമാതല്ലാഹു അബാക വസവദ വജ്ഹാ, നിന്റെ വാപ്പനെ അല്ലാഹു മരിപ്പിച്ചിട്ടുണ്ട്. വാപ്പാന്റെ മുഖം കറുത്തിരുണ്ട മുഖമാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് കേട്ട് ഞാൻ ഞെട്ടിയുണർന്നു. ഫഖുംതു മദ്ഊറ, ഞെട്ടി വിറച്ചുകൊണ്ട് ഞാൻ അവിടുന്ന് എഴുന്നേറ്റു. ഫകശഫ്തു സൗബ അൻ വജ്ഹി അബി, വാപ്പാന്റെ മുഖത്ത് നിന്ന് മുണ്ടു നീക്കിയപ്പോ വാപ്പ പുതച്ചുറങ്ങാണ്. ഞാൻ നോക്കിയപ്പം ഫൈദാ ഹുവ മയ്യിത്, വാപ്പ മരിച്ചിട്ടുണ്ട്. അസ്വദുൽ വജ്ഹ്, മാത്രമല്ല കരിക്കട്ടയുടെ നിറമാണ്, മുഖം കറുത്തിരുണ്ടിരിക്കുന്നു. ഫദഖലനി മിൻ ദാലിക റുഅബ്, ഇത് കണ്ടപ്പോൾ ഞാൻ വല്ലാതെ ഭയന്നുപോയി. ഞാൻ ആ ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഫബൈനമാ അന ഫീ ദാലികൽ ഗം, ഈ മാനസിക വിഷമത്തിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് ഗലബത്നി ഐനി, വീണ്ടും ഞാൻ അറിയാതെ എന്റെ കണ്ണടഞ്ഞു. ഞാൻ ഉറങ്ങിയപ്പോൾ എന്റെ വാപ്പയുടെ തലക്കുമ്പുറത്തതാ 4 കറുപ്പന്മാര്, അതിശക്തരായ 4 കറുപ്പന്മാർ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. എന്നിട്ടോ മഅഹും മഅമിദത്തും മിൻ ഹദീദ്, ഇത് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ ഇഹ്യായിൽ പറഞ്ഞ സംഭവമാണ്. നോക്കണം, 4 കറുപ്പന്മാരെന്റെ വാപ്പന്റെ തലക്കമ്പുറത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ഇത് വീണ്ടും രണ്ടാമത്തെ സ്വപ്നത്തിൽ കാണാൻ. അവരുടെ കയ്യിൽ ഇരുമ്പിന്റെ ദണ്ഡുകളുണ്ട്. അതുകൊണ്ട് എന്റെ വാപ്പാനെ കൈകാര്യം ചെയ്യാനുള്ള മട്ടിൽ അവർ വന്ന് നിൽക്കാൻ. അപ്പോഴതാ ഇത് അഖബല റജുലുൻ ഹസനുൽ വജ്ഹി ബൈന സൗബൈനി അഖ്ളറൈൻ, നല്ല അഴകുള്ള 2 പച്ച വസ്ത്രങ്ങൾ ധരിച്ച നല്ല സുന്ദരനായ ഒരാൾ ഇങ്ങ് കയറി വന്നു. ഇവരെന്റെ വാപ്പാനെ കൈകാര്യം ചെയ്യാൻ നിൽക്കുമ്പോഴാണ് വേറൊരാൾ കയറി ഓടിക്കയറി ഇങ്ങ് വരുന്നു. ഫഖാല ലഹും തനഹൗ തനഹൗ തനഹൗ, ഒന്ന് മാറവിടുന്ന്, മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങ് വന്നു. അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഫമസഹ വജ്ഹഹു ബിയദിഹി, എന്റെ വാപ്പാന്റെ മുഖം തുറന്നിട്ട് ആ വന്ന സുന്ദരനായ മനുഷ്യൻ അവിടുത്തെ തൃക്കൈ കൊണ്ട് അതാ വാപ്പയുടെ മുഖമങ്ങ് തടവി. ആ വാപ്പയുടെ മുഖം തടവിയിട്ട് പിന്നെ എന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എന്നെ വിളിച്ചു, എഴുന്നേൽക്കവിടുന്ന്. ഫഖദ് ബയ്യദല്ലാഹു വജ്ഹ അബീക്, നിന്റെ വാപ്പയുടെ മുഖം അല്ലാഹു വെളുപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഞാൻ അവിടുന്ന് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോ, ഞാൻ ഈ വന്ന സുന്ദരനായ മനുഷ്യൻ ഇത് പറയുമ്പോ ഞാൻ തിരിച്ചു ചോദിച്ചു, മൻ അന്ത്, ആരാണ് നിങ്ങള്? എന്റെ വാപ്പാനെ സഹായിച്ച നിങ്ങൾ ആരാണ്? ആ സമയത്ത് മറുപടി, എന്താ മറുപടി എന്നറിയോ? അന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി, ഞാൻ മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. അന്ന് മുതൽ ഈ മനുഷ്യൻ ഇതുപോലെ എന്തെന്ത് കാര്യങ്ങൾ, കുറെ തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാകും. അതിന്റെ ഫലമായിരിക്കും നേരത്തെ അനുഭവിച്ചത്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഹബീബുമായി സ്വലാത്തിലൂടെയുള്ള ദൃഢമായ ബന്ധമുള്ള മനുഷ്യനാവാം. അതുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത്, അന്ന് മുതൽ ഫമാ തറക്തു സ്വലാത്ത ബഅദ ദാലിക അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ വാപ്പയുടെ ഈ അത്ഭുത സംഭവം കണ്ടതു മുതൽ പിന്നീട് ഞാൻ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് വർജിച്ചിട്ടില്ല. അത് ഞാൻ ഒഴിവാക്കിയിട്ടില്ല. എനിക്ക് ആ ഹബീബുമായുള്ള ബന്ധം ശക്തിപ്പെടാൻ വേണ്ടി ഞാൻ എപ്പോഴും അതങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട ഉപ്പമാരെ, ജ്യേഷ്ഠാനുജന്മാരെ, പറയട്ടെ, മുടക്കില്ലാത്ത സംഗതിയാണ് കേട്ടോ. നബിതങ്ങൾ പ്രത്യേകിച്ച് പറയുന്നു, അക്സിറു സ്വലാത്ത അലാ നബിയിക്കും, നബിതങ്ങൾ അവിടുത്തെ തിരുനാക്കുകൊണ്ട് പറയാൻ, അക്സിറു സ്വലാത്ത അലാ നബിയിക്കും, നിങ്ങളെ ഹബീബിന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചെല്ലണം. ഫിൽ ലൈലത്തിൽ ഖറാ, ആ
പ്രശോഭിതമായ രാത്രിയില് വൽ യൗമിൽ അസ്ഹർ ആ തിളക്കമുള്ള പകലിലും നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന് നിങ്ങളെ നബിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലണേ, സ്വലാത്ത് അധികരിപ്പിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് രാത്രികളുടെ കൂട്ടത്തിൽ ഒരു വെളുത്ത രാത്രി, ഏതാണ് പകലുകളുടെ കൂട്ടത്തിൽ ഒരു തിളങ്ങുന്ന പകല്? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ലൈലത്തുൽ ജുമുഅ വ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും എത്ര സ്വലാത്ത് ചൊല്ലാൻ പറ്റോ ചൊല്ലാതിരിക്കണ്ട, പരമാവധി ചൊല്ലിക്കൂട്ടിക്കോ. അത് ജീവിതത്തിലെ മഹാഭാഗ്യമാണ്. പഴയ കാലത്തൊക്കെ ഓർമ്മയുണ്ടോ പ്രിയപ്പെട്ട ഉപ്പമാരെ? 11 മണിക്ക് കുളിച്ചു മാറ്റി പള്ളിയിൽ പോകുമായിരുന്നു ഉപ്പമാർ. എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ന് അങ്ങനെയുള്ള ഒരാളെ പോലും കാണാൻ കഴിയുന്നില്ല ഒരു മഹല്ലിൽ. ഒരു 10-15 ആൾ എന്തായാലും ഒരു 10-11 മണിയാകുമ്പോഴേക്കെത്തും. എന്നിട്ട് അവർ അൽകഹ്ഫ് ഓതി, പിന്നെ അതിന്റെ പിറകിലുള്ള സ്വലാത്ത് ഉണ്ടല്ലോ, ദീർഘമായ സ്വലാത്ത്. ആ സ്വലാത്ത് ശരിക്കത് വായിക്കാൻ പോലും അറിയില്ല, നുള്ളി പെറുക്കി വളരെ പ്രയാസപ്പെട്ട് വായിച്ചൊപ്പിച്ച് ചൊല്ലിയിരുന്നവർ, വെള്ളിയാഴ്ച രാവ് പള്ളിയിലെ സ്വലാത്തിൽ പങ്കെടുത്തിരുന്നവർ, വെള്ളിയാഴ്ച രാവിലെ 100 സ്വലാത്ത് മുടങ്ങാതെ ചൊല്ലിയിരുന്ന ഉമ്മമാര്, 500, 1000 ഒക്കെ ആയി ഉയർത്തി ചൊല്ലിയിരുന്ന നല്ല തഖ്വയുള്ള ഉമ്മമാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഉമ്മമാരെ, ഇന്നാ വെള്ളിയാഴ്ച രാവിൽ പോലും, വെള്ളിയാഴ്ച പകല് പോലും ഉമ്മമാരെ നമ്മുടെ വീട്ടില് ഈ അശ്ലീലതയുടെ ഒച്ചപ്പാടുകൾ മാത്രമല്ലേ, കാതടപ്പിക്കുന്ന ശബ്ദങ്ങളുടെ മുമ്പിലല്ലേ നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് സ്വലാത്തും വേണ്ട, സലാമും വേണ്ട, ദിക്റും വേണ്ട, മൗലിദും വേണ്ട, മാലയും വേണ്ട. നമ്മൾ നമ്മുടേതായ ലോകത്തല്ലേ. ഉളുപ്പില്ലായ്മക്ക് കയ്യും കാലും വെച്ച ചിത്രങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ മാറ്റം ആവശ്യമാണ്. അതിനാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. ഹദ്ദാദ് റാത്തീബിന്റെ ദിക്റുകൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം, അതിന്റെ മഹത്വം പറയുന്നതോടൊപ്പം ജീവിതത്തിൽ ഒരു വലിയ മാറ്റം. ഹദ്ദാദ് റാത്തീബ് എന്നും ചൊല്ലുക, അത് ചൊല്ലുന്നതോടൊപ്പം ഇങ്ങനെയുള്ള മാറ്റങ്ങൾ, കാതലായ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നേ പറ്റുള്ളൂ. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ, അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ഈ സദസ്സ് അള്ളാഹു പൊരുത്തപ്പെടുന്ന ഒരു സദസ്സാക്കി മാറ്റി തരട്ടെ. സ്വലാത്തിന്റെ മഹത്വങ്ങൾ ഇങ്ങനെ നീണ്ടുപോകുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിക്റില്ല അപ്പൊ നമ്മളുള്ളത്. ഇപ്പൊ ഇതെന്നെ വിടാൻ കഴിയുന്നില്ല എന്നല്ല, ഇതില് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. നോക്കിയിട്ട് ഒരു ഹദീസും അങ്ങ് ഒഴിച്ചിട്ട് പോകാൻ തോന്നാത്ത അവസ്ഥയാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹമ്മ ബി അംറ, ഉസ്മാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല ഖാല റസൂലുള്ളാഹി മൻ ഹമ്മ ബി അംറ, ഒരാൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, ഫശാവറ ഫീഹി, അയാൾ അതിൽ അയാളുടെ കൂട്ടുകാരുമായിട്ട് മുഷാവറ നടത്തി. ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അതിൽ മുഷാവറ നടത്തണം. ഞാൻ അങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ട്, എന്താ, കൂടിയാലോചന നടത്തണം. അപ്പൊ കൂട്ടുകാര് സാരോപദേശങ്ങൾ, സതുപദേശങ്ങൾ നൽകും വേണം. അതൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാൻ ഉറച്ചു, അതിൽ മുഷാവറയും നടത്തി, എന്നിട്ട് ആ കാര്യം അങ്ങോട്ട് ചെയ്യാണെങ്കിൽ എല്ലാവരും പറഞ്ഞു കുഴപ്പമില്ല ചെയ്തോ എന്ന് പറഞ്ഞാൽ, അള്ളാഹു ആ കാര്യം നല്ല വിവേകപൂർണമാക്കി അള്ളാഹു അയാൾക്ക് മാറ്റിക്കൊടുക്കുന്നു. അത് കോലം പോലെ മട്ടം പോലെ ആകുന്നർത്ഥം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. അത് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ആകൂ, അതൊരു കോലം പോലെ ആകൂ ആ കാര്യം, ആ ഇറങ്ങിയ കാര്യം. അതിനോടനുബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞതാണ്. ആ ഹദീസിന്റെ അടുത്ത വാക്കാണ്, വമൻ അറാദ അൻ യുഹദ്ദിത ഹദീസൻ ഫനസിയഹു, ഒരാൾ ഒരു ഹദീസ് പറയാൻ, ഒരു വർത്തമാനം പറയാൻ ഉദ്ദേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് എന്തായാലും അത് അതിൽ ഉൾപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല. ഇനി സാധാരണ ഒരു കാര്യം, ദീനിയായ ഒരു കാര്യം വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക, ഫനസിയഹു, അയാളത് മറന്നുപോയി. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, ഫല്യുസല്ലി അലൈഹി, അവൻ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊള്ളട്ടെ. എന്താ കാരണം? ഫഇന്ന ഫീ സ്വലാത്തിഹി അലയ്യ ഖലഫൻ മിൻ ഹദീസിഹി, അപ്പോ അയാൾ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ ഒന്നിരിക്കൽ കണ്ടോ, അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഫഇന്ന ഫീ സ്വലാത്തിഹി അലയ്യ, എന്റെ പേരിൽ അയാൾ ആ സമയത്ത്, ആ ഗ്യാപ്പിൽ, ആ മറന്ന കാര്യം ഓർത്തുകൊണ്ടിരിക്കുമ്പോ അയാൾ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോ, ഖലഫൻ മിൻ ഹദീസിഹി, ഹദീസ് പറയാൻ കഴിയാതെ കുറച്ചിങ്ങനെ മുറിഞ്ഞു നിൽക്കുമല്ലോ, ആ മുറിഞ്ഞു നിൽക്കുന്ന ഭാഗത്ത് ആ ഹദീസിന് പകരം എന്റെ പേരിലുള്ള സ്വലാത്ത്, അതിന് ഒരു അസിസ്റ്റന്റ് ആയിട്ട്, പകരക്കാരനായിട്ടുണ്ടാവുമല്ലോ.
കലാമ് മുറിയൂല. അവിടെ സ്വലാത്ത് അതിന് പകരക്കാരനായി ഉണ്ടാകും. വഅസാ അൻ യുദക്കിറഹു, മാത്രമല്ല ആ സ്വലാത്തിന്റെ മഹത്വം കൊണ്ട് അയാൾ ആ മറന്നുപോയ കാര്യം ഓർക്കുകയും ചെയ്യും. സയ്യിദുനാ റസൂലുള്ളാഹി. ഇത് എത്രയോ അനുഭവങ്ങളാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാമായ ഖമറുൽ ഉലമ ശൈഖുനാ കാന്തപുരം ഉസ്താദ്, ഞാൻ അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട് പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ. ചിലപ്പോൾ കിതാബുകളുടെ പേരുകൾക്കായിരിക്കും പരതുന്നത്, ചിലപ്പോൾ കിതാബുകളുടെ പേജുകൾക്കായിരിക്കും പരതുന്നത്, ചിലപ്പോൾ ആ കിതാബ് എഴുതിയ മുസന്നിഫിന്റെ പേരായിരിക്കും എവിടെ മെമ്മറിയിൽ പരതി നോക്കുന്നത്. പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ കിട്ടാതിരിക്കുകയാണെങ്കിൽ അപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയുമ്പോഴേക്ക് അതങ്ങോട്ട് ഓർമ്മയിലേക്ക് വരും, പിന്നെ അങ്ങോട്ട് പറയും. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, വമൻ അറാദ അൻ യുഹദ്ദിസ ഹദീസൻ ഫനസിയഹു ഫല്യുസല്ലി അലയ്യ ഫഇന്ന ഫീ സ്വലാത്തിഹി അലയ്യ ഖലഫൻ മിൻ ഹദീസിഹി വഅസാ അൻ യുദക്കിറഹു. അതിനെന്ത് ചെയ്യണം? നേരത്തെ സ്വലാത്തും ദിക്റും ഒക്കെ ആയിട്ട് ബന്ധമുള്ള ഒരു ടീം ആവണം. അപ്പോഴാണ് അത് ഞൊടിയിട കൊണ്ട് ഇങ്ങോട്ട് കിട്ടലും പറയാനും കഴിയലും ഒക്കെ നടക്കുക. അല്ലെങ്കിൽ അതുണ്ടായിക്കൊള്ളുന്നില്ല. ഏതുപോലെ യൂനുസ് നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കൊക്കെ അറിയാലോ. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന്, അതേക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, അദ്ദേഹം തസ്ബീഹ് ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടയാളല്ലായിരുന്നെങ്കിൽ പ്രയാസപ്പെടുമായിരുന്നു. തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളല്ലായിരുന്നുവെങ്കിൽ പ്രയാസപ്പെടുമായിരുന്നു. തസ്ബീഹ് ചൊല്ലിയിട്ടില്ലെങ്കിൽ പ്രയാസപ്പെടുമായിരുന്നു എന്നല്ല, മറിച്ചോ തസ്ബീഹ് നേരത്തെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ടായി എന്നതുകൊണ്ട്, നേരത്തെ ചൊല്ലാറുണ്ട് എന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ആ ഹദീസ്, ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് എന്നാണ് എന്റെ ഓർമ്മ, പറയുന്നുണ്ട് അവിടെ. ഏത് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നു, അതിന്റെ ബർക്കത്ത് കൊണ്ടാണ് ഏത് മീനിന്റെ വയറ്റിൽ കുടുങ്ങിയപ്പോഴും ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന തസ്ബീഹ് ചൊല്ലിയപ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ടതാണ്. അപ്പോൾ എപ്പോഴും തസ്ബീഹും ദിക്റും സ്വലാത്തുമൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുന്നവർ, ഹബീബിന്റെ മദ്ഹ് പറയുന്നവർ കണ്ടില്ലേ നിങ്ങൾ? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ശൈഖുന എവിടെ പ്രസംഗിച്ചാലും ഹബീബിന്റെ മദ്ഹ് അല്പം പറയാതെ പ്രസംഗിക്കില്ല. എനിക്ക് ഖുർആൻ ക്ലാസിന് വേണ്ടി ഇജാസത്ത് നൽകുന്ന സമയത്ത് അന്ന് പറഞ്ഞ ഒരു ഉപദേശമാണ് ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നു. അറഫ മരുഭൂമിയിൽ നിന്ന് ഇജാസത്ത് നൽകുമ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നാക്കുകൊണ്ടൊരു കുട്ടിയെയും തെറി പറയരുതെന്ന് പഠിപ്പിച്ചതാണ്. ഇന്നും ഞാനത് പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു സയ്യിദിനെയും ഒരു ആലിമിനെയും പേരെടുത്ത് വിമർശിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വരെ വിമർശിക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ആ കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്, ഏതൊരു സദസ്സ് പിരിയുമ്പോഴേക്കും ഹബീബിന്റെ മദ്ഹ് ഒരു 2 വാക്കെങ്കിലും അതിൽ കടന്നു വരണം. കാന ഖുലുഖുൽ ഖുർആൻ എന്ന് പറഞ്ഞ മുത്തുനബി ഖുർആനിൽ കടന്നു വരാതിരിക്കൂലല്ലോ. അന്ന് പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ പറയുന്നു, ആ ജീവിതം ഏതെല്ലാം പ്രയാസങ്ങളുടെ മുന്നിലും പ്രയാസങ്ങളിലൂടെയാണ് കടന്നു വരുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ജീവിതം എല്ലാം തട്ടിമാറ്റുന്നത് എന്തുകൊണ്ടാ? ഈ ഒരു സംരക്ഷണമാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാക്കുള്ളത് ഹബീബിനോടുള്ള അടങ്ങാത്ത സ്നേഹം. അത് വല്ലാത്ത സംഗതി തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത് നമുക്ക് അടുത്തറിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഒരു ദിവസമെങ്കിലും അവിടുത്തെ വണ്ടിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അതാ ദലായിലുൽ ഖൈറാത്ത് മുഴുവനും ചൊല്ലി തീർക്കുന്നു. സ്വലാത്തുകൾ എത്രയാ ചൊല്ലുന്നത്, എത്രയാ ചൊല്ലി തീർക്കുന്നത്. ഇത്രയും തിരക്ക് പിടിച്ച മനുഷ്യൻ ഇതിനൊക്കെ എവിടെയാ ഒഴിവ് എന്ന് നമ്മൾ ആലോചിച്ചേക്കാം. പക്ഷേ ആ സംഗതികളൊന്നും മുടങ്ങുന്നില്ല. ഇതാണ് ഒരു മനുഷ്യന്റെ വിജയം. ഞാൻ പറയുന്നു, നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് കൊണ്ടുവരണം, എങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഏത് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുക എന്ന് പറയുമ്പോഴേ എന്ത് നിസ്കാരത്തിൽ സ്വലാത്തി എല്ലാം പറഞ്ഞിട്ടുണ്ട്, മയ്യിത്ത് നിസ്കാരത്തിൽ സ്വലാത്തി എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ ചൊല്ലാന്നല്ലാതെ എല്ലായിടത്തും സ്വലാത്തിയല്ലോ, നല്ല സ്വലാത്തിയില്ല, നല്ലതാണ് എന്ന് കരുതിയിട്ട് നബി പറഞ്ഞിടത്ത് മാത്രമേ സ്വല്ലാവൂ എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. അല്ലേ? പുത്തൻ പ്രസ്ഥാനക്കാർ പറയുന്ന വിഡ്ഢിത്തങ്ങളിൽ ഏറ്റവും വലിയ വിഡ്ഢിത്താണ്, ഏറ്റവും വലിയ വിഡ്ഢിത്താണ്. എന്തേ കാരണം? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു
കേട്ടോളൂ, മഹാനവറുകൾ പറയാൻ, ലൗലാ അൻ അൻസാ ദിക്റല്ലാഹ് മാ തഖറബ്തു ഇലല്ലാഹി ഇല്ലാ ബിസ്സലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ദിക്ർ മറന്നു പോകൂലെങ്കിൽ, അത് മറന്നു പോകുന്നു കരുതിയിട്ടാ, ദിക്റുള്ള മറന്നു പോകുന്നു പേടിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ അള്ളാഹുവിലേക്ക് അടുക്കാൻ നബിതങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അല്ലാതെ വേറൊന്നും തിരഞ്ഞെടുക്കില്ല. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു പറയാം, പിന്നെ എപ്പോഴും സ്വലാത്ത് എന്നെ ചെല്ലിയാല് അള്ളാഹുവിന്റെ ദിക്ർ മറന്നുപോയാലോ എന്ന് ബേജാറായിട്ടാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ അതും വേണമല്ലോ. അത് മറന്നു പോകൂലായിരുന്നുവെങ്കിൽ ഞാൻ സ്വലാത്ത് കൊണ്ട് മാത്രമായിരുന്നു അള്ളാഹുവിനോട് അടുക്കുക. മാ തഖറബ്തു ഇലല്ലാഹി ഇല്ലാ ബിസ്സലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അത് മാത്രം എന്റെ മാധ്യമമാക്കും, രക്ഷക്കുള്ള മാധ്യമമാക്കുമെന്ന് ആരാതൊക്കെ പറയുന്നത്? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. അന മദീനത്തുൽ ഇൽം, ഞാൻ അറിവിന്റെ സിറ്റിയാണെന്ന് പഠിപ്പിച്ചിട്ട് വഅലിയും ബാബുഹാ, അറിവിന്റെ സിറ്റിയാണ്, നഗരമാണ്, പട്ടണമാണ് ഞാൻ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അന മദീനത്തുൽ ഇൽം, അല്ലാഹുവിന്റെ ഹബീബാണ്. ഇസ്ലാമിക വിജ്ഞാന ലോകത്തിന്റെ മഹാപട്ടണം. അത് നബിതങ്ങൾ തന്നെ പ്രഖ്യാപിച്ചതാണ്. അന മദീനത്തുൽ ഇൽം, നോളജ് സിറ്റി. അന മദീനത്തുൽ ഇൽം വഅലിയും ബാബുഹാ, അലി അതിലേക്ക് കടന്നു വരാനുള്ള പ്രധാന ഗേറ്റാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ പറയുന്നത്, അള്ളാന്റെ ദിക്ർ മറന്നു പോകൂല എന്നുള്ള പേടിയില്ലെങ്കിൽ ഞാൻ സ്വലാത്തിൽ മാത്രം മുഴുകുമായിരുന്നു, ഞാൻ സ്വലാത്തിൽ മാത്രം മുഴുകുമായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം ശിബ്ലി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ അബൂബക്കർ ഇബ്നു മുജാഹിദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വരുന്നു. താബിഈ പണ്ഡിതനാണ്, അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്നു. ആ സമയത്ത് അബൂബക്കർ ഇബ്നു മുജാഹിദ് ആദ്യം ശിബ്ലിയെ പരിചയപ്പെടുത്തട്ടെ. ആരാ ശിബ്ലി എന്നറിയോ? ഒരു മജ്ദൂബായ വലിയായിട്ടാ ജനങ്ങളൊക്കെ പരിഗണിക്കുന്നത്. കാര്യം അറിയുന്നവർ അദ്ദേഹം വലിയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ സമയത്തോ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വായിക്കാൻ കഴിയാത്തവരൊക്കെ അദ്ദേഹം ഒരു ഭ്രാന്തൻ, അല്ലേ, CM പിരാന്തായിരുന്നു എന്ന് പറയുന്നവരുണ്ടല്ലോ. അങ്ങനെ തന്നെ അവരുടെ ഭാഷ എടുത്തു പറഞ്ഞതാ, അതേ രൂപത്തിൽ പറയുന്നവരുണ്ട്. എന്നാൽ ശിബിലിക്ക് ഭ്രാന്താണ് എന്ന് പ്രചരിപ്പിച്ച് നടന്നിരുന്നു. ശിബിലിയുടെ കാട്ടിക്കൂട്ടലും കാര്യങ്ങളും ഒക്കെ കാണുമ്പോ ആ ശിബിലി അബൂബക്കർ ഇബ്നു മുജാഹിദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ, അന്ന് ഏറ്റവും അംഗീകാരമുള്ള ആലിമാൻ, അവിടേക്ക് കയറി വരുമ്പം ഫഖാമ ഇലൈഹി ഫഅനഖഹു, അബൂബക്കർ ഇബ്നു മുജാഹിദ് എഴുന്നേറ്റ് നിന്നിട്ട് ശിബിലിയെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു. വഖബ്ബല ബൈന ഐനൈഹി, ശിബിലിയുടെ നെറ്റിത്തടത്തിൽ ചുംബിച്ചു. രണ്ട് കണ്ണുകൾക്കിടയിൽ ചുംബനം കൊടുത്തു. ശിബിലിയുടെ മുഖത്ത് ചുംബിച്ചു. ഇത് കണ്ടപ്പോ അതാ ആ സദസ്സിലുണ്ടായിരുന്ന അബൂബക്കർ ഇബ്നു മുജാഹിദിന്റെ ഒരു ശിഷ്യൻ എഴുന്നേറ്റിട്ട് ചോദിക്കാൻ, യാ സയ്യിദി, ഗുരു, തഫ്അലു ഹാദാ ബിശ്ശിബ്ലി, നിങ്ങൾ ശിബ്ലിയെയാണോ ഇങ്ങനെ ചെയ്യുന്നത്? വ അൻത വ ജമീഉ മൻ ബി ബഗ്ദാദ് യഖൂലൂൻ, നിങ്ങളും ബഗ്ദാദിലുള്ള സർവ്വ ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നഹു മജ്നൂൻ, ശിബ്ലിക്ക് ഭ്രാന്താണെന്നല്ലേ പറയുന്നത്. ഈ ശിബ്ലിയെയാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവിടുന്ന് പറഞ്ഞു, മോനെ, ഞാൻ പറഞ്ഞു എന്നുള്ളത് തിരുത്തിക്കാളാ, കാരണം ഞാൻ അതെന്നോ തിരുത്തിയിട്ടുണ്ട്. ഫഅൽതു കമാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅൽ, മുത്തുനബി ചെയ്യുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതുപോലെ ഞാനും ചെയ്തതാണ്. അപ്പൊ ചോദിച്ചു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട്, എന്താണ്? അബൂബക്കർ ഇബ്നു മുജാഹിദ്, ഇദ്ദേഹം താബിഈ പണ്ഡിതനാ, ഇദ്ദേഹത്തോട് ചോദിച്ചു എന്താ പ്രശ്നം? അവിടുന്ന് മറുപടി പറയുന്നത് എന്താണെന്നറിയോ? അവിടുന്ന് പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ ഹബീബിനെ റഅയ്തു റസൂലല്ലാഹി ഫിൽ മനാം, നബി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ. വഖദ് അഖ്ബല ശിബ്ലി, ശിബ്ലി നബി തങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ നബി എഴുന്നേറ്റ് നിന്നിട്ട് ആലിംഗനം ചെയ്ത അദ്ദേഹത്തിന്റെ ഫഖബ്ബല ബൈന ഐനൈഹി, രണ്ട് കണ്ണുകൾക്കിടയിൽ അതാ ചുംബനം അർപ്പിച്ചു. അത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു, നീ ഇന്നെന്നോട് ചോദിച്ചതുപോലെ, യാ റസൂലല്ലാഹ് തഫ്അലു ബിശ്ശിബ്ലി ഹദാ, ശിബ്ലിയെ കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? ഖാല നഅം, അവിടുന്ന് പറഞ്ഞു, അതെ അതെ, ശിബ്ലി ഇങ്ങനെ ചെയ്യപ്പെടാൻ അർഹനാണ്. എന്താ കാരണം എന്നറിയോ? അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. റസൂലുള്ളാഹി പറഞ്ഞു, ഹാദാ യഖറഉ ബഅദ സ്വലാത്തിഹി,
ഏതൊരു ഫർദ് നിസ്കാരം കഴിഞ്ഞാലും ഈ ശിബിലി ഓതുന്നുണ്ട്. ഉണ്ടോ? നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ദിക്റും ദുആയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ശിബിലിന്റെ വിഷയം എന്താണെന്നറിയോ? അയാൾ ഒരു പഥ്യമായി സ്വീകരിച്ചിരിക്കാൻ ഇത് റസൂലുള്ള പറഞ്ഞിട്ടാണോ എന്നുള്ളതല്ല. ഇദ്ദേഹത്തിന്റെ സന്തോഷം കൊണ്ട്, മഹബത്ത് കൊണ്ട്. എന്ത്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന ആയത്ത് എല്ലാ നിസ്കാരം കഴിഞ്ഞാലും ഈ മനുഷ്യൻ ഓതും. എല്ലാ നിസ്കാരം കഴിഞ്ഞാലും ഈ ആയത്ത്. ഈ ആയത്തിൽ ഇപ്പം എന്താ ഉള്ളത്? അള്ളാന്റെ ഹബീബിന്റെ ജീവിതം, അള്ളാന്റെ ഹബീബിന്റെ സ്വഭാവ ഗുണങ്ങള്. ഈ ആയത്തിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്, കുറെ മുമ്പാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5-6 വർഷം മുമ്പ് മഞ്ചേരി ടൗണിൽ വെച്ചിട്ട് ഒരു പ്രഭാഷണം നടത്തിയിട്ട് 8 സീഡികളിലായിട്ട് ഈ ആയത്തിനെ 8 ഭാഗമായിട്ട് വിഭജിച്ചിട്ട്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഇങ്ങനെ 4 ഭാഗമായിട്ട് അതേക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. വല്ലാത്ത വിശാലമായ ആശയങ്ങളുള്ള ഒരു ആയത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പൂർണ്ണ ചിത്ര ആയത്തിനകത്തുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, ഈ ആയത്തോതുന്നു മാത്രല്ല, സുമ്മ യുത്ബിഉഹാ ബിസ്സലാത്തി അലയ്യ സലാസ. എല്ലാ നിസ്കാരത്തിന് ശേഷവും ഈ ശിബിലി ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്നുള്ള ആയത്തോതു. ഞാൻ മറ്റൊരു സ്ഥലത്ത് ഈ സംഭവം വായിച്ചിട്ടുണ്ട്. അവിടെ 10 വട്ടാണ് ആയത്ത് ഓതാന്ന് കണ്ടിട്ടുണ്ട്. ഇവിടെ 10 വട്ടം എന്ന് കൃത്യമായിട്ട് പറയുന്നില്ല, എന്തായാലും 10 വട്ടം അദ്ദേഹം ആ ആയത്ത് ഓതിയിട്ട് പിന്നെ 3 സ്വലാത്തും ചൊല്ലുന്നു. ഇതാണ് ഇപ്പൊ നമ്മുടെ വിഷയം, ആ 3 സ്വലാത്തും. മറ്റൊന്ന് നബി തങ്ങളോടുള്ള മഹബത്താണ്, അള്ളാന്റെ ഹബീബിന്റെ മദ്ഹാണ്. അപ്പൊ ഇത് ഇദ്ദേഹം സ്ഥിരമായി പാലിച്ചത്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ മനുഷ്യനെ ഞാൻ പരിഗണിക്കുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇനി എങ്ങനെയാ നമ്മൾ സ്വലാത്ത് മാറിയിക്കുക? എന്ത് ന്യായം പറഞ്ഞിട്ടാ എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമുക്ക് മാറി നിൽക്കാനാവുക? അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മളോട് ഉണർത്തിയ കുറേ കാര്യങ്ങളുണ്ട് സ്വലാത്തുമായി ബന്ധപ്പെട്ട്. തൽക്കാലം ആ ചർച്ച നീണ്ടുപോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഞാൻ ആ ചർച്ചയിൽ നിന്ന് വിരാമമിടുകയാണ്. നോക്കൂ നിങ്ങൾ, 6ാമത്തെ ദിക്ർ. എല്ലാവരും ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ദിക്ർ ഒന്ന് ഏറ്റൊരുമിച്ച് ചെല്ലാം. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. 3 വട്ടം ചൊല്ലാം. 6ാമത്തെ ദിക്ർ ഇതാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം. ഇത് അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞിട്ടില്ല എന്നുണ്ട്. ഇന്നലെ തന്നെ ഒരു സഹോദരൻ ആ കാര്യം ഉണർത്തിയിരുന്നു. ഏതോ ഒരു ദിക്റിന്റെ അർത്ഥം ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല, പക്ഷെ അറിയാവുന്നതാണ്. എന്നതുപോലെ സലാത്തും അങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്ന അർത്ഥമാണ്. അല്ലാഹുമ്മ സ്വല്ലി, അല്ലാഹുവേ നീ അനുഗ്രഹം ചൊരിയണേ അല്ലാഹ്. വിശാലമായ അർത്ഥങ്ങളൊക്കെ ഇപ്പൊ ഇതുവരെ പറഞ്ഞ വ്യാഖ്യാനങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. നബിയെ, പടച്ചോനെ, ഹബീബിന്റെ പേരിൽ നീ എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയണേ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം. പടച്ചോനെ, ആ ഹബീബിന്റെ മേൽ വീണ്ടും നീ അനുഗ്രഹം ചൊരിയണം. വസല്ലിം, സലാമും ചൊരിയണം. സ്വലാത്ത് മാത്രമല്ല, സലാമും ചൊരിയണേ അല്ലാഹ്. വസല്ലിം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം. അപ്പോ ഏതെങ്കിലും തരത്തിലുള്ള സ്വലാത്ത് നമ്മൾ ദായിമാക്കണം. പ്രത്യേകിച്ച് ഈ ഹദ്ദാദ് റാത്തീബിൽ പിന്നെ ഇത് തന്നെയാ ചൊല്ലേണ്ടത്. ഇനി അവിടെ ഈ ഹദ്ദാദ് റാത്തീബിൽ ഇത് ചൊല്ലുന്ന സമയത്ത് ചിലപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്ന് കൂട്ടിയിട്ട് ഒരു സയ്യിദിനെ കൂട്ടിയിട്ട് ചൊല്ലുന്ന ഒരു പതിവുണ്ട്. പറ്റൂല? ഒരാൾ അങ്ങനെ എന്നോട് സംശയം ചോദിച്ചിരുന്നു, അതുകൊണ്ട് അത് പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ ചർച്ചക്ക് ഉദ്ദേശിച്ചതല്ല. കാരണം ഒരാൾ നല്ല മനസ്സോടെ റസൂലുള്ളാഹി തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ട് ഒരു സയ്യിദിനെ കൂട്ടിയെങ്കിൽ അയാൾക്ക് അതുകൊണ്ടൊന്നും നഷ്ടം വരില്ല. മറുപടിയാണ് ഞാൻ പറയുന്നത്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതും അങ്ങനെ തന്നെയാണ്. അയാൾക്ക് അതുകൊണ്ടൊരു നഷ്ടവും വരില്ല. അതേസമയം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ക്രമപ്പെടുത്തിയ ദിക്ർ ചൊല്ലുക, അത് അതുപോലെ തന്നെ ആവണം എന്നുള്ള നിർബന്ധ ബുദ്ധിയില് സയ്യിദിനെ ഒഴിവാക്കുകയാണെങ്കിൽ അതും നല്ലത് തന്നെയാണ്. കാരണം എന്തുകൊണ്ട്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം കുറക്കല്ല, മറിച്ച് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങള് ഉണ്ടാക്കിയ ദിക്റില് അതിന് സയ്യിദിന എന്ന് പറഞ്ഞിട്ടില്ല. അതിന് ശേഷമുള്ളവർക്കും ബാധകാവും.
വബിമുഹമ്മദിൻ റദീനാ ബില്ലാഹി റബ്ബൻ വബിൽ ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ എന്ന് പറഞ്ഞെടുത്തേക്കും അത് ബാധകാവും. അപ്പൊ ചെയ്യുന്നവർ അവരെ കുറ്റപ്പെടുത്തേണ്ട നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് വിമർശിക്കാനില്ല, ചെയ്യുന്നവർക്ക് ചെയ്യാം. ചെയ്തില്ലെങ്കിൽ അവരോട് അത് ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കേണ്ട സംഗതിയുമില്ല അതിനകത്ത്. അത് രണ്ടും കൂടെ ഒരേ രൂപത്തിൽ ഉണർത്തിയതാണ്. അതിന്റെ പേരിലൊന്നും നമ്മൾ കത്തിയെടുക്കേണ്ട കാര്യമല്ല. നമ്മളിതൊന്ന് ചൊല്ലി കിട്ടിയാൽ മതി, ഇതൊന്ന് ചൊല്ലിയാൽ മതി. അതിന്റെ പേരിൽ പരസ്പരം കത്തിയെടുത്ത് ചാടേണ്ട കാര്യമൊന്നുമില്ല. അത് കൂട്ടത്തിൽ ഉണർത്തിയതാണ്. പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ പേരക്കുട്ടി എന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം ചേർക്കാതിരിക്കലാണ്. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് സ്വലാത്തായതുകൊണ്ട് വേണ്ടാന്ന് ഞാൻ പറയൂല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതെന്നെ നമുക്കും പറയാനുള്ളത്. സ്വലാത്തായതുകൊണ്ട് വേണ്ടാന്ന് ഞാൻ പറയൂല, അത് വളരെ പ്രധാനപ്പെട്ട ഒരു നല്ല അദബാണ്. വിഷയത്തോട് കാണിക്കുന്ന ഏറ്റവും നല്ല അദബാണ്. അപ്പോൾ ഏതാവട്ടെ, അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്, അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്, അഊദു ബികലിമാത്തില്ലാഹ്, അല്ലാഹുവിന്റെ അഊദു ഞാൻ അഭയം തേടുന്നു, ബികലിമാത്തില്ലാഹി തമ്മാതി, ബികലിമാത്തില്ലാഹി തമ്മാതി, അല്ലാഹുവിന്റെ സമ്പൂർണ്ണ വചനങ്ങളെ കൊണ്ട് ഞാൻ അഭയം തേടുന്നു. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്, അല്ലാഹ് പടച്ച മുഴുവൻ പടപ്പുകളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന്, അല്ലാഹ് പടച്ച മുഴുവൻ പടപ്പുകളുടെയും ഉപദ്രവത്തെ തൊട്ട് അല്ലാഹുവിനോട് ഞാൻ അഭയം തേടുന്നു. മിൻ ശർരി മാ ഖലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്, മിൻ ശർരി മാ ഖലഖ്, അല്ലാഹു പടച്ച മുഴുവൻ സൃഷ്ടിചരാചരങ്ങളുടെയും ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹുവിന്റെ സമ്പൂർണ്ണ വചനങ്ങളെ കൊണ്ട് ഞാൻ അഭയം തേടുന്നു. എന്താണ് ഈ സമ്പൂർണ്ണ വചനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? എന്താണ് ഈ സമ്പൂർണ്ണ വചനങ്ങൾ എന്ന് അതിന്റെ തെളിവിലേക്ക് ഞാൻ വരുന്നുണ്ട്. അത് ഇതിന്റെ അർത്ഥം ചെറുതായിട്ടൊന്ന് പറയാം. സമ്പൂർണ്ണ വചനങ്ങൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? ആർക്കും തർക്കമില്ലാത്ത വ്യാഖ്യാനം വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ. അപ്പൊ ഖുർആനിക വചനങ്ങളുടെ കരുത്തുകൊണ്ട്, ഖുർആനിക വചനങ്ങളുടെ ബഹുമാനം കൊണ്ട്, ഖുർആനിക വചനങ്ങളുടെ ഹക്കുകൊണ്ട്, പടച്ചോനെ നീ എനിക്ക് കണക്കാക്കിയിട്ടുള്ള, നീ ഭൂമി ലോകത്ത് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള സർവ്വ മഖ്ലൂഖാത്തുകളുടെയും ശർറിൽ നിന്ന്, ഉപദ്രവത്തിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു, നീ എന്നെ കാക്കണേ അല്ലാഹ്. ഖുർആന്റെ ബർക്കത്തുണ്ട്, കലിമാത്തുല്ലാഹി തമ്മാത്തിയുടെ ബർക്കത്തുണ്ട്, അല്ലാഹുവിന്റെ സമ്പൂർണ്ണ വചനങ്ങൾ. എന്താ ഖുർആനെ പറ്റി സമ്പൂർണ്ണ വചനം എന്ന് പറയാൻ കാരണം? ഖുർആൻ തന്നെ പറഞ്ഞതാണല്ലോ. ഏത്? ഈ കാണുന്ന ബഹർ മുഴുവനും, കടലുകൾ മുഴുവനും മഷിയാക്കി, സമാന കടലുകൾ സൃഷ്ടിച്ചു, നീട്ടി വലിച്ച് സമാന കടലുകൾ പിന്നെയും സൃഷ്ടിച്ചു, അത് മുഴുവനും മഷിയാക്കിയാലും അള്ളാഹുവിന്റെ കലിമാത്തുകൾ, ആ കലിമാത്തുകളുടെ ഉദ്ദേശങ്ങൾ എഴുതി തീർക്കാൻ പറ്റില്ല. അതിന്റെ മുമ്പ് ഇത് വറ്റിപ്പോകും. അല്ലാതെ ഖുർആന്റെ ലഫ്ദ് എഴുതി തീർക്കാൻ പറ്റൂല എന്നല്ല. ഈ ഖുർആന്റെ സമ്പൂർണത എന്ന് പറഞ്ഞത് അതിന്റെ ആശയത്തിലാണ് ആ പറഞ്ഞത്. ആശയത്തിൽ സമ്പൂർണമായ വചനങ്ങളാണ്. ആ വചനങ്ങൾ ഒരാൾക്കും അപൂർണ ലോകത്ത് വെച്ച് അപൂർണ വ്യക്തികളുടെ കൈകൊണ്ട് എഴുതി തീർക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ താമായ വചനങ്ങള്. അപ്പൊ ഖുർആനിന്റെ വചനങ്ങളുടെ ബർക്കത്തുകൊണ്ട് മിൻ ശർരി മാ ഖലഖ്, ഞാൻ അഭയം തേടുന്നു എന്നായി അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ പിന്നെ മിൻ ശർരി മാ അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞതിന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന ഒരു അർത്ഥമുണ്ട്. അതെന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധ, അല്ലാഹുവിന്റെ സമ്പൂർണ്ണ വചനങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണ്ടാകൂ എന്ന് പറയുമ്പോ ഉണ്ടാകുന്നതാണ് ആത്മാക്കളും ശരീരങ്ങളും ഒക്കെ. അങ്ങനെയാണ് അല്ലാഹ് ഉണ്ടാവൂ എന്ന് പറയുമ്പോ കുൻ ഫയകൂൻ, യഖൂല ലഹു കുൻ ഫയകൂൻ. ഇതാണല്ലോ അല്ലാഹുവിന്റെ പരിപാടി. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അപ്പോ ഭവിക്കൂ എന്ന് പറയുമ്പോ ഭവിക്കുന്നതാണ്, ഭവിച്ചതാണ് ഇവിടുത്തെ ആത്മാക്കൾ മുഴുവനുമെങ്കിൽ. അള്ളാഹുവിന്റെ സമ്പൂർണ്ണ വചനങ്ങൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാക്കളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പരിശുദ്ധാത്മാക്കളെ തൊട്ട് ദുഷ്ട ആത്മാക്കളുടെ ശർറിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ മുഖദ്ദിമത്തു തഫ്സീർ, തഫ്സീറിന്റെ മുഖദ്ദിമയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം അതാണ്. അപ്പോൾ എന്തായി?
മഹാന്മാരുടെ പരിശുദ്ധാത്മാക്കളെ പിടിച്ച് അഭയം തേടലും വന്നു. അർത്ഥവും പറയാം. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാരെ ഒഴിച്ചു നിർത്തിയിട്ട് നമുക്കൊരു പരിപാടിയുമില്ല. അവരെ ഓർക്കാതെ, അവരെ പറയാതെ. കണ്ടോ നിങ്ങൾ, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ അടക്കം അവരുടെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ ദോഷം പൊറുക്കണേ എന്ന് നമ്മൾ ദിവസവും ദുആ ചെയ്യുന്നു. അവരുടെ ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ പ്രതിസന്ധികൾ തീർത്തു തരണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യുന്നു. അങ്ങനെ ചെയ്യണം. ചെയ്യണ്ടാന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലായിട്ടില്ല എന്നേ നമുക്ക് പറയാനുള്ളൂ. ഇസ്ലാമിനെ കുറിച്ച് ഇനി അതിലേക്കോ അതിന്റെ പ്രമാണങ്ങളിലേക്കും കടന്നു വരുമ്പോഴേക്ക് സമയം വൈകും. ഇത് തവസ്സുല് പറ്റോ ഇസ്തിഗാസ പറ്റോ എന്നൊക്കെ ചോദിച്ചാൽ സാധാരണക്കാർക്ക് തിരിയുന്ന ഒരു ഭാഷയിൽ ഞാൻ എപ്പോഴും ഇത് പറയാറുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഒരു വിഭാഗം ആളുകൾ പറയാണ് മുഹമ്മദ് നബിയുടെ ഹക്കുണ്ട് എന്ന് പറയാ, അല്ലെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത കഴിവുകൊണ്ട് ഹബീബ് നമ്മളെ സഹായിക്കുന്നുള്ള വിശ്വാസത്തിൽ ഹബീബിനോട് പറയാ. ഇതൊക്കെ ശിർക്ക് വരും ഇതുകൊണ്ട് എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ബേജാറുള്ള കാര്യമാണല്ലോ. ശിർക്ക് എന്ന് പറഞ്ഞാൽ മഹാ അപകടമാണ്, പൊറുക്കപ്പെടാത്ത പാപാണല്ലോ ശിർക്ക്. ബേജാറുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? മഹാന്മാരുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു ഈ വിഷയത്തിൽ? ഏത് മഹാന്മാരുടെ? ശിർക്കിന്റെ നിഴലിനെ പോലും ഭയപ്പെട്ട മഹാന്മാരുടെ, ശിർക്കിന്റെ നിഴല് പോലും ഭയപ്പെട്ട മഹാന്മാർ ഇവിഷയത്തിൽ എന്ത് പറഞ്ഞു? ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി സാധാരണ അത് പറയാറുണ്ട്. വിശാലമായ ഒരു പ്രമാണങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള സംസാരമല്ലത്. ഒരു ചെറിയ ഉദാഹരണമാണ്. ഇപ്പോ ഇമാം നബവി റളിയല്ലാഹു അൻഹു നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരു മഹാനാണ്. ഷാഫിഈ മദ്ഹബിലെ വളരെ പ്രധാനപ്പെട്ട ആളാണ്. തർക്കല്ലല്ലോ, രണ്ടാം ഷാഫിഈ എന്ന് പോലും അറിയപ്പെടുന്ന ആളാണ് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു. ആ ഇമാം നബവി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവര് നിസ്കാരത്തിന്റെ മസ്അല പറയുമ്പോൾ നബവി ഇമാമും റാഫിഈ ഇമാമും ചിലപ്പോഴൊക്കെ ഏതുണ്ടാകും? ശാഖാപരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഇവിടെ ഒന്നിലും അഭിപ്രായ വ്യത്യാസമല്ല. ശാഖാപരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉമ്മത്തിന് ഖൈറുമാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാകാറുണ്ട്. ആ കൂട്ടത്തില് നിസ്കരിക്കുന്നവന്റെ മുമ്പിലുള്ള മറ അതൊരു തൂണാണെങ്കിൽ, തൂണ് പോലെയുള്ള വല്ല വസ്തുവുമാണെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു ഇടപെടുകയാണ്. കേട്ടോളൂ, ആ തൂണിന്റെ നേരെ നടുക്ക് നിൽക്കരുത്, വലത്തോട്ടോ ഇടത്തോട്ടോ തെറ്റി നിൽക്കണം. സുന്നത്താണ് രേഖപ്പെടുത്തുന്നു ഇമാം നബവി റളിയല്ലാഹു അൻഹു. അങ്ങനെയാ വേണ്ടത്. റാഫി ഇമാം പറഞ്ഞു ഇപ്പൊ നേരെ നിന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്താണിത് തമ്മിലുള്ള വ്യത്യാസം? എന്താണ് നിങ്ങൾ ഈ ഒരു ചെറിയ കാര്യത്തിൽ ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്ന് ഇമാം നബവിയോട് ചോദിച്ചപ്പോൾ ഇമാം നബവി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? നിങ്ങൾ നിസ്കരിക്കുന്നതിന് മുമ്പിൽ ഒരു മറ വേണം. അതൊക്കെ ഇപ്പം ഇല്ലാതെയായി. ഗൾഫിൽ നിന്ന് വന്നിട്ടാണ് ഈ സംസ്കാരമൊക്കെ പഠിക്കുന്നത്. കാരണം പള്ളിയുടെ എങ്ങേ തലക്കൽ നിസ്കരിക്കാൻ നിൽക്കും മുമ്പിൽ ഒരു സാധനം ഉണ്ടാവില്ല. കാരണം അവിടെ അങ്ങനെയാണ് വന്നിടത്ത് അല്ലാഹു അക്ബർ ആ പരിപാടിയാണ്. മറ പലപ്പോഴും ഇല്ലാതെ പോവുക. അപ്പൊ ഏതാവട്ടെ ഞാൻ പറയുന്ന മറ ഉണ്ടായിരിക്കൽ സുന്നത്താണ്. അപ്പൊ ഈ മറ തൂണ് പോലെയുള്ള സാധനമാണെങ്കിൽ നേരെ നടുക്ക് നിൽക്കുമ്പോ ഈ മുമ്പിലുള്ള തൂണ് വിഗ്രഹമാണെന്ന കാഴ്ചപ്പാട് എങ്ങാനും മനസ്സിലേക്ക് കടന്നു വരുമോ? താൻ ആരാധിക്കുന്ന ദൈവത്തിന്റെ വല്ല അംശവും ഇതിൽ അവതാരമുണ്ട് എന്ന് എങ്ങാനും വിചാരിച്ചു പോകുമോ? അങ്ങനെ വിചാരിക്കുക എന്നുള്ളത് വളരെ ഭയതാണ്, വിദൂരാണ്. അപ്പൊ ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയാൻ, അങ്ങനെ ഒരു ശിർക്കിന്റെ കലർപ്പ് പോലും വരണ്ടാന്ന് കരുതിയിട്ടാണ് എന്ത് ചെയ്തോട്ടെ, ഒന്നിങ്ങ് തെറ്റിന്നോട്ടെ, മറ ഉണ്ടാവും വേണം. എന്നാ നേരെ നടുക്ക് നിൽക്കണ്ട, വലത്തോട്ടോ ഇടത്തോട്ടോ ഒന്ന് തെറ്റി നിന്നോട്ടെ എന്ന് പറഞ്ഞത് ആ ഇമാം നബവി റളിയല്ലാഹു അൻഹു. ഇത് ഇങ്ങനെ പറഞ്ഞു തന്നത് ഇമാം നബവി റളിയല്ലാഹു അൻഹു ശിർക്കിനെ അല്ല ഭയപ്പെട്ടത്, ശിർക്കിന്റെ നിഴലിനെയാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ്. എന്നിട്ട് ഈ ഇമാം നബവി റളിയല്ലാഹു അൻഹു തന്റെ അദ്കാറിൽ എഴുതുകയാണ്, ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോ കാല് കുത്തി എവിടെയെങ്കിലും കാല് മുട്ടിയിട്ട് വേദനിച്ചാല് കാലെവിടെയെങ്കിലും വെച്ചുടക്കിയാൽ ആ മനുഷ്യൻ ഉടനെ വിളിക്കേണ്ടത് യാ മുഹമ്മദു എന്നാണ്. കണ്ടോ നിങ്ങൾ? ഏത് ഇമാം നബവി ഈ തൂണിന്റെ മുമ്പിൽ വെച്ച് നിസ്കരിക്കുമ്പോ വലത്തോട്ടോ ഇടത്തോട്ടോ ഒന്ന് തെറ്റിയുന്നോട്ടെ എന്ന് പോലും സൂക്ഷ്മതയ്ക്ക് വേണ്ടി പറഞ്ഞ ഇമാം നബവി തങ്ങള് വഴിയിലൂടെ നടന്നു പോകുമ്പോ കാലെവിടെയെങ്കിലും വെച്ചുടക്കിയാൽ ഉടനെ യാ മുഹമ്മദു എന്ന് വിളിക്കണം എന്ന് പറഞ്ഞപ്പോ ശിർക്കിന്റെ ഒരു നിഴല് പോലും ബഹുമാനപ്പെട്ടവരതിൽ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇത് മനസ്സിലാക്കാൻ കൂടുതൽ ബുദ്ധിയൊന്നും വേണ്ട.
അപ്പൊ ഏതാവട്ടെ, അത് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. എന്താണ് ഈ ദിക്ർ ചൊല്ലുന്നതിന് തെളിവ്? ഇനി ആ ദിക്ർ ചൊല്ലുന്നതിന്റെ തെളിവാണല്ലോ നമുക്ക് കിട്ടേണ്ടത്. ഈ ദിക്ർ ചൊല്ലിയാൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തൊരാൾ വരുന്നു. ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തൊരാൾ വരുന്നു. ഇമാം മുസ്ലിം സഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാം. വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് മാ ലഖീതു മിൻ അഖറബിൻ ലദഗത്നി അൽബാരിഹ. നബിയേ, ഇന്നലെ രാത്രി എന്നെ ഒരു തേള് കടിച്ചു. വല്ലാത്ത വിഷമമാണ് ഞാൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. തേള് കടിച്ചു പോയി നബിയേ. ഒരു തേള് കുത്തി, വിഷമുണ്ടോ എന്ന ഭയം. ആ സമയത്താണ് എന്നെ ഇന്നലെ രാത്രി ഒരു വിഷത്തേള് കുത്തി. നബിയേ, എന്തു ചെയ്യും? അല്ലാഹുവിന്റെ ഹബീബ് ഉടനെ തന്നെ പറയാൻ, അമാ ഇന്നക ലൗ ഖുൽത ഹീന അംസൈത, ഇന്നലെ വൈകുന്നേരം നീ പറഞ്ഞിരുന്നെങ്കിൽ, കേട്ടോളൂ, ഇന്നലെ വൈകുന്നേരം നീ ചൊല്ലിയിരുന്നെങ്കിൽ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഒരു മാറ്റമില്ല. അത് അങ്ങനെ അങ്ങോട്ട് പേസ്റ്റ് ചെയ്തു. ആര്? അബ്ദുല്ലാഹി അല്ലാഹ് തങ്ങൾ. ഇത്രേ ഉണ്ടായിട്ടുള്ളൂ, ഒന്നും കൂട്ടിയിട്ടില്ല. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന് ഇന്നലെ രാത്രി നീ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ലം യദുറക, ആ വിഷം നിന്നെ ബുദ്ധിമുട്ടിക്കുകയില്ല. സയ്യിദുനാ റസൂലുള്ളാഹി, ആ തേളിന്റെ വിഷം നിനക്ക് കേൾക്കൂലട്ടോ. ഇന്നലെ രാത്രി അത് ചൊല്ലിയില്ലെങ്കിൽ ഇനി എന്താ തെളിവ് വേണ്ടത്? ഹദ്ദാദ് റാത്തീബിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നവന് അവന് സുഖല്ല, അല്ലേ? ആലോചിച്ചോക്ക്. നമ്മക്കറിയാത്ത കാര്യം ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് എന്തൊരു മണ്ടത്തരമാണ്. ചിന്തിക്കണം നിങ്ങൾ. അതാ ഞാൻ മിനിയാന്നാണ് പറഞ്ഞത്. എന്റെ ഓർമ്മ, അന്നാസു അഅ്ദാഉ മാ ജഹിലു, അന്നാസു അഅ്ദാഉ മാ ജഹിലു. മനുഷ്യർ അവർക്കറിയാത്തതിന്റെ ശത്രുക്കളാണ്. ഇതാണ് സത്യം. ഞാൻ വലിയ ഹദീസ് പണ്ഡിതനാണെന്നുള്ള വെപ്പുണ്ടാകുമ്പോ പിന്നെ അങ്ങനെയൊക്കെ തോന്നും. അപ്പോഴാണ് ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ നടത്താൻ തോന്നുക. ഈ ഹദീസ് പണ്ഡിതനായിട്ട് വല്ല തീരുമാനം കൊടുക്കാൻ പറ്റുമോ? കേരളത്തിൽ ഒരു വലിയ ഹദീസ് പണ്ഡിതനുണ്ട്. ഹദീസ് പണ്ഡിതനായിട്ട് ചമഞ്ഞു നടക്കുന്ന ഒരാള്, വ്യതിയാന ചിന്താഗതിക്കാരുടെ തലതൊട്ടപ്പൻ നേതാവാണ്. അദ്ദേഹത്തോട് ഒരിക്കൽ വളരെ സ്വകാര്യമായിട്ട് കൊണ്ടോട്ടിക്കാരനായ ഒരു സുഹൃത്തൊരിക്കൽ ചോദിച്ചു, അല്ല നിങ്ങളിപ്പോ ഈ നിസ്കാരത്തിന്റെ ഉളുവിന്റെ ഒക്കെ മസല ചോദിക്കാൻ ഒരുങ്ങിയാലേ നിങ്ങൾ എങ്ങനെയാ അത് ഹദീസ് കൊണ്ട് പറയാന്ന് വെച്ചു. ഉറപ്പല്ലേ കഴിയൂല. ഇവർക്ക് എത്ര ഹദീസ് അറിയാം? അപ്പൊ ഇയാൾ പറഞ്ഞത്രേ. ഇതാരാ ചോദിച്ചതറിയോ? ഇയാളുടെ സ്വന്തം ആളാ ചോദിച്ചത്. പിന്നെ അയാള് നമ്മുടെ ഒരാളോട് പറഞ്ഞപ്പോ അയാൾ നമ്മളോട് പറഞ്ഞതാണ്. എന്താ വിഷയം? അപ്പൊ പറഞ്ഞത്രേ, അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അറിയാത്തൊരു മസല ചോദിക്കുന്നതെങ്കിൽ ഞാൻ പറയും, ഇജ്ജ് നാളെ വാ, നാളെ പറയാം. എന്നിട്ട് പിന്നെ നേരം വിളിക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് വഹി കിട്ടുക. അല്ല, ഞാൻ മഹല്ലി എടുത്തു നോക്കൂന്ന്. നോക്കി നിങ്ങൾ പറയണത്, ഞാൻ മഹല്ലി എടുത്തു നോക്കൂ. ബഹുമാനപ്പെട്ട ഇമാം മഹല്ലി തങ്ങളുടെ കൻസുർ റാഗിബീൻ എടുത്തു നോക്കൂ. എന്താ കാരണം? അതിൽ ഓരോ മസല പറഞ്ഞാലും ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും. അതിൽ പറയും ഖാലല്ലാഹു തആല എന്ന് പറയും. എന്നിട്ട് അത് തെളിവായിട്ട് ഇയാൾ സ്വന്തം മുജ്തഹിദായിട്ടാണ് പറയുന്നത്. എന്നാ ആദ്യം തന്നെ ഇതൊക്കെ അംഗീകരിച്ചാ പോരെ? ഇത് അംഗീകരിക്കരുത് എന്നാ അപ്പൊ ഇയാൾ നേരം വെളുത്താ പറയുന്നത് രാത്രി ഇത് മറച്ചു നോക്കിയിട്ട് സമൂഹത്തിന് പരിഹാരവും പറഞ്ഞു കൊടുക്കും. അങ്ങനെ കഴിയുള്ളൂ. അതിനല്ലാതെ ഒരാളും ഇവിടെ വളർന്നിട്ടില്ല. ആർക്കാ കഴിയാ? കാരണം ഏതു കാര്യങ്ങൾ അന്വേഷിച്ചാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതിന്റെ അവസ്ഥ അങ്ങനെയാ. ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസുകളെ കൊണ്ട് ഇസ്ലാം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ടെങ്കിൽ, അവൻ മൊത്തം ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറയാൻ കഴിയുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അവനാണ് ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢി. സംശയിക്കേണ്ട ആ കാര്യത്തിൽ. സാധിക്കില്ല. അങ്ങനെയാണ് അതിന്റെ കിടപ്പുള്ളത്. 10 ലക്ഷം മനപ്പാടുള്ള ഹദീസുകൾ മനപ്പാടുള്ള ഇമാമിങ്ങളാണ് മുമ്പോടെ ജീവിച്ചു പോയത്. അവരെ തിരുത്താൻ നോക്കുകയാണ് ഒരു 10 ഹദീസ് പോലും മനപ്പാടല്ലാത്ത ആള്. ഇതിനൊരുങ്ങരുത്. ഇത് വിവരദോഷമാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, റസൂലുള്ള പറഞ്ഞു, മോനെ നിനക്ക് തേളുകുത്തിയല്ലേ, വിഷമിക്കണ്ട. ഇന്നലെ രാത്രി നീ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കുഴപ്പമില്ല. ഒരു ചുക്കും നിനക്കതുകൊണ്ട് വരില്ല. ധൈര്യമായി നിന്നോളൂ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന ദിക്ർ ചൊല്ലിയാൽ ഒരു വിഷമവും ആ മനുഷ്യന് വരൂലാന്നായി. പക്ഷെ 3 വട്ടം ചെല്ലണമെന്ന് കിട്ടിയിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ തന്നെ ഉണ്ടോ? ഹദീസില് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന
മൻ ഖാലഹാ ഇത് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന ദിക്ർ പറഞ്ഞിട്ട് നബി പറയാ മൻ ഖാലഹാ സലാസ മറാത്തിൻ ലം യദുർറഹു ഹുമ്മാത്തിൽ കല്ലൈലാ. ഒരാൾ 3 വട്ടം പറയുന്നുവെങ്കിൽ ആ രാത്രിയിൽ അയാൾക്ക് കൊടും പനി അനുഭവപ്പെട്ടാലും ആ പനി കാരണമായി അയാൾക്കൊരു അപകടവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഒരു അപകടവും അയാൾക്ക് വരില്ല. പനി എന്നുള്ളത് ഒരു ഉദാഹരണമായി പറഞ്ഞതാണ്. ലം യദുർറഹു ഹുമ്മാ തിൽക്കൽ ലൈലാ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹൽ റളിയല്ലാഹു അൻഹു പറയാൻ, ഞങ്ങള് യഖൂലൂനഹ ഇത് പറയുന്നവരായിരുന്നു ഞങ്ങളുടെ കുടുംബങ്ങള്. ഫകാന അഹ്ലുനാ യഖൂലൂനഹ കുല്ല ലൈല. എല്ലാ രാത്രിയിലും ഞങ്ങളെ കുട്ടികളും മക്കളും ഒക്കെ രാത്രി വീട്ടിൽ നിന്ന് ഈ ദിക്ർ ചൊല്ലുമായിരുന്നു. ആ ദിക്ർ ഒന്ന് വ്യവസ്ഥാപിതമായി ചൊല്ലിപ്പിക്കുകയാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങള്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഞങ്ങൾ എന്നും ചൊല്ലാറുണ്ടായിരുന്നു നബിന്റെ വാക്ക് കേട്ടിട്ട്. അപ്പൊ സഹൽ റളിയല്ലാഹു അൻഹു പറയാൻ, അങ്ങനെ ഇരിക്കുമ്പോ ഫാലുദിഗത് ജാരിയ, ഒരു കൊച്ചു ബാലികയെ വിഷം തീണ്ടി. കൊച്ചു ബാലികക്ക് വിഷം തീണ്ടി ഞങ്ങളെ കുടുംബത്തിൽ നിന്ന്. ഫലം തജിദ് ലഹാ വജഅ, അതിന്റെ പേരിൽ അവൾക്കൊരു കടച്ചിലോ വേദനയോ അനുഭവപ്പെട്ടില്ല, ഒരു വിഷമം ഉണ്ടായില്ല. കാരണം എന്താ? അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് മൻ ഖാലഹാ ഹീന യുംസി ലം യദുർറഹു ശൈഉൻ ഹത്താ യുസ്ബിഹ വമൻ ഖാലഹാ ഹീന യുസ്ബിഹു ലം യദുർറഹു ശൈഉൻ ഹത്താ യുംസിയ. സദഖ റസൂലുള്ളാഹി. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന ദിക്ർ വൈകുന്നേരം പറഞ്ഞാൽ നേരം വെളുക്കോളും, നേരം വെളുക്കുമ്പോ പറഞ്ഞാൽ വൈകുന്നേരമാകുവോളും അയാളെ ഒന്നും ഉപദ്രവിക്കുകയില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൗലത്ത് ബിൻതു ഹകീം റളിയല്ലാഹു അൻഹാ അവർ പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ നസല മൻസിലൻ സുമ്മ ഖാല, ഒരാൾ ഒരു താവളത്തിലിറങ്ങി എന്നിട്ട് അയാൾ പറഞ്ഞു അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. നമുക്ക് ഭയങ്കര പേടി, ഒരു സ്ഥലത്ത് രാത്രി എവിടെയോ ചെന്നിറങ്ങി വല്ല ഉപദ്രവങ്ങൾ ഏൽക്കോ, കള്ളന്മാര് വരുവോ, അല്ലെങ്കിൽ അക്രമികളാരോ വന്ന് അക്രമിക്കോ, അല്ലെങ്കിൽ വല്ല വിഷവും തീണ്ടിപ്പോകോ, അങ്ങനെയൊക്കെയുള്ള പേടി. അങ്ങനെ ഭയാനകമായൊരു സ്ഥലത്ത് ചെന്ന് പെട്ടാൽ മനസ്സറിഞ്ഞ് ചൊല്ലിക്കോ. ഖൗലത്ത് ബിൻതു ഹകീം റളിയല്ലാഹു അൻഹ പറയാണ്, നബി പറയുന്നത് ഞാൻ കേട്ടു. ഒരാൾ ഒരു താവളത്തിൽ ചെന്ന് താവളമടിച്ചു, അയാൾക്ക് പരിചയമില്ലാത്തൊരു സ്ഥലം അല്ലെ പരിചയമുള്ള സ്ഥലം, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലം യദുർറഹു ശൈഉൻ ഹത്താ യർതഹില മിൻ മൻസിലിഹി ദാക്. അയാൾ താവളമടിച്ച ആ താവളത്തിൽ നിന്ന് അയാൾ യാത്ര തിരിക്കുന്നത് വരെ അല്ലാഹു അയാളുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന ഒരു ചുക്കും അയാൾക്ക് വരില്ല. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഈ ദിക്റിന്റെ മഹത്വമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ആയത്തുകളും ഹദീസുകളും കലിമാത്തുല്ലാഹി താമ്മാത്തി എന്ന് പറഞ്ഞതിന് തെളിവായിട്ട് ആയത്തു ഹദീസ് ഓതുകയാണെങ്കിൽ ധാരാളം. എന്ന് പറഞ്ഞാൽ ഖുർആനിക വചനങ്ങൾ സമ്പൂർണ്ണമാണ്. ആ വചനങ്ങളെ കൊണ്ട് അള്ളാഹുവിനോട് അഭയം തേടിയാൽ വെറുതെ ആവൂല. ഈ കാര്യം വളരെ കൂടുതലായി പറയാനുള്ളതാണ്. അത് എത്ര പറഞ്ഞാലും തീരാത്തതാണ്. നേരത്തെ പറഞ്ഞതുപോലെ സമയദൈർഘ്യം മാനിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് 7ാമത്തെ ദിക്റിലേക്ക് കടക്കാം. എന്താ 7ാമത്തെ ദിക്ർ? വളരെ ഗൗരവമുള്ള ദിക്റാണ്. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഹദ്ദാദ് റാത്തീബിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ എന്ന് വിശേഷിപ്പിക്കാവുന്ന മട്ടിലാണ്. കാരണം അത്രയും അധികം പ്രമാണങ്ങളാണ്. ആ വാക്ക് തന്നെ തെറ്റിക്കാതെ അതേ രൂപത്തിൽ തന്നെ ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ സേഫ്റ്റി ഉറപ്പാക്കുന്നു, സംരക്ഷണം ഉറപ്പാക്കുന്നു. പടച്ചോന്റെ നാമം കൊണ്ട് ഞാൻ സംരക്ഷണം ഉറപ്പിക്കുന്നു. ബിസ്മില്ലാഹ് ലാ യദുറു അല്ലദീ, അല്ലാഹുവിന്റെ നാമം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വഭാവം എന്താ?
ലാ യദുറു മഅസ്മിഹി, അല്ലാഹുവിന്റെ നാമത്തോടുകൂടെ ആ ബിസ്മി ചൊല്ലുന്നതോടുകൂടെ ബുദ്ധിമുട്ടിക്കുകയില്ല. ഷൈഉൻ, ഒരു സംഗതിയും ഒരാളെയും ബുദ്ധിമുട്ടിക്കുകയില്ല. ഫിൽ അർളി, ഭൂമുഖത്തോ വലാ ഫിസ്സമാ, വാനലോകത്തോ ഉള്ള ഒരു സംഗതിയും ആരെയും ശല്യം ചെയ്യുകയില്ല. പ്രപഞ്ചത്തിലുള്ള, അല്ലേ, ഭൂമിയിലും ആകാശത്തുള്ള ഒരു സംഗതിയും അവനെ ബുദ്ധിമുട്ടിക്കൂല. കാരണം അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അവന്റെ നാമം പറഞ്ഞ് ഞാൻ സേഫ്റ്റി ഉറപ്പാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ സംരക്ഷണത്തിന് മറ്റൊരാളുടെ ആവശ്യമില്ല. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ സംരക്ഷണം ഉറപ്പാക്കുന്നു. അല്ലദീ, എങ്ങനത്തെ അല്ലാഹുവാണ്? ലാ യദുറു മഅസ്മിഹി, അവന്റെ നാമം ജപിക്കുന്നതോടുകൂടെ പിന്നീട് ശല്യം ചെയ്യൂല. ശൈഉൻ ഫിൽ അർളി, ഭൂമിയിലൊന്നും, വലാ ഫിസ് സമാ, വാനലോകത്തൊന്നും, മണ്ണിലും വിണ്ണിലും അവനെ ശല്യം ചെയ്യാനൊന്നും ഉണ്ടാകില്ല. വഹുവസ് സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. എന്റെ സംരക്ഷണം അവൻ ഉറപ്പിച്ചു തരും. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇത് കേട്ടോളൂ, റസൂലുള്ളാഹി പറയാണ് നേരിട്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ മിൻ അബ്ദിൻ യഖൂലു ഫീ സബാഹി കുല്ലി യൗം വ മസാഇ കുല്ലി ലൈല. ഓരോ ദിവസത്തിന്റെയും പ്രഭാതത്തിലും, ഓരോ പകലിന്റെയും പ്രഭാതത്തിലും, ഓരോ രാത്രിയുടെയും പ്രദോഷത്തിലും ഒരാൾ പറയാൻ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് പറയാണെങ്കിൽ സലാസ മറാത്ത്, 3 തവണ ഈ ദിക്ർ ഒരാൾ ചൊല്ലുന്നുവെങ്കിൽ ലം യദുറഹു ശൈ, അയാളെ ഒന്നും ശല്യം ചെയ്യുകയില്ല. അബൂദാവൂദിന്റെ റിപ്പോർട്ടിൽ, അബൂദാവൂദ്, തുർമുദി, അതുപോലെ മറ്റു പല ഹദീസ് ഗ്രന്ഥങ്ങളിലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബൂദാവൂദിന്റെ റിപ്പോർട്ടിൽ, മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, ലം തുസിബുഹു ഫുജാഅതു ബലാ, പെടുന്നനെയുള്ള ആകസ്മികമായുള്ള പരീക്ഷണങ്ങൾ അയാൾക്ക് വരൂല. എന്തിനാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇതൊക്കെ ചെല്ലാതെ നമ്മൾ വെക്കുന്നതിലെ? ഇന്നലെ വരെ ഓടിച്ചാടി നടന്നവൻ, 35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ എന്നെ വിളിക്കുന്നു, ഉസ്താദേ ഞാൻ അരക്കു താഴെ തളർന്നു കിടക്കുകയാണ്. എന്ത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. 4 ദിവസം മുമ്പ് അയാൾ സജീവമായി ഓടിച്ചാടി നടക്കുന്നത് കണ്ടതാ. ചെന്ന് നോക്കുമ്പോ അരക്ക് താഴെ തളർന്നു കിടക്കുന്നു, ഒരു സ്വാധീനവുമില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് വെച്ച് ദുആ ചെയ്യുമ്പോ കണ്ണീരുകൊണ്ട് മുഖം കുളിച്ചുപോയി. കാരണം അത്രയും അടുത്ത സ്നേഹബന്ധമുള്ള ഒരാളാണ്. ഞാൻ പറയുന്നതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലോചിക്കാൻ വേണ്ടി പറയാൻ, പെട്ടെന്നുള്ള മുസീബത്തുകൾ, പരീക്ഷണങ്ങൾ നമുക്ക് വരാതിരിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് വാക്കു തരുന്നു, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന ദിക്ർ ചൊല്ലിയാൽ മതി. ദാ പറഞ്ഞത് ഹദ്ദാദ് റാത്തീബ് ചൊല്ലിയാൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന സർവ്വ പ്രതിസന്ധികളെയും നമുക്ക് മറികടക്കാൻ കഴിയും എന്ന് ഇന്നലെ ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മെ കേൾപ്പിച്ചു. TSK തങ്ങൾ ഇന്നലെ നമ്മെ കേൾപ്പിച്ചു. വെറുതെ പറഞ്ഞതല്ല, അവർ വിഷയങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടാണ് അഭിപ്രായം പറഞ്ഞത്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ ഹദ്ദാദിന്, ഈ റാത്തീബിന് മഹാന്മാരെഴുതിയ ശർഹുകൾ വായിച്ചിട്ടാണ് അവരാ അഭിപ്രായം പറയുന്നത്. ചിന്തിക്കണം നിങ്ങൾ, ഇങ്ങനെ എല്ലാറ്റിനും പരിഹാരമുണ്ട്. എന്തെല്ലാം പ്രതിസന്ധികൾ. ഇന്നലെ വരെ പാറി നടന്ന ബിസിനസ്സുകാരൻ ഇന്ന് കുത്തുപാള എടുത്ത് യാചിക്കേണ്ടി വരുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ ശ്രദ്ധിച്ചോ. പ്രത്യേകിച്ച് ക്ലാസ് റൂമിൽ ഒരുപാട് ആളുകൾ അങ്ങകലെ നിന്ന് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ബിസിനസ് പൊളിയലും, ജോലിയിൽ ക്ഷീണമുണ്ടാകലും, പിരിച്ചുവിടലും, ഇതെല്ലാം വലിയ ഭീഷണികളാണ്. ഒരു പേടിയും പേടിക്കണ്ട. അല്ലാഹുവിന്റെ ഹബീബ് ഇതാ നമുക്ക് ഓഫർ പ്രഖ്യാപിക്കുന്നു, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ മനുഷ്യന് പെട്ടെന്നുള്ള പരീക്ഷണങ്ങൾ വരില്ല. അതിനെ തൊട്ട് അല്ലാഹു അദ്ദേഹത്തെ സംരക്ഷിക്കും, കാത്തുരക്ഷിക്കും. ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. അൽഹംദുലില്ലാഹ്, ഞാൻ ഇന്നലെ വളരെ സന്തോഷത്തോടെയാണ് കേട്ടത്. സുന്നി ഗ്ലോബൽ വോയിസ് ഇന്ന് ഇവിടെ ക്ലാസ് റൂമിൽ ഒരുപാട് ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
ഈ ക്ലാസ് റൂമിൽ എന്നും ഹദ്ദാദ് റാത്തീബ് ഉണ്ടാകാറുണ്ടത്രേ. അതിൽ 500, 600, 700 ഒക്കെ പേര് സ്ഥിരമായിട്ട് ആ ഹദ്ദാദ് റാത്തീബിൽ പങ്കെടുക്കാറുണ്ട് എന്ന് കേട്ടപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഈ 5 ദിവസത്തെ ക്ലാസ് കേട്ടാൽ അതൊരു 1500 ഉയർന്നു കിട്ടിയെങ്കിൽ ഈ ക്ലാസ് സംഘടിപ്പിച്ചവരുടെ നേട്ടം എത്രയാണ്? ഇവിടെ 5 ദിവസം പ്രഭാഷണം നടത്തുന്ന എനിക്ക് കിട്ടാൻ പോകുന്ന നേട്ടം എത്രയാണ്? ഇവിടെ വന്നിരുന്ന നിങ്ങൾ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, നമ്മളും അതോടൊപ്പം ഈ ഹദ്ദാദ് ഓതാൻ തുടങ്ങിയാൽ അവരൊക്കെ ഇത് ചൊല്ലാൻ, പുതിയ ഒരുപാട് ആളുകൾ ഇത് ചൊല്ലാൻ കാരണവും കൂടെ ആയെങ്കിൽ എന്തു വലിയ നേട്ടമാണ് ഇതുവഴി കിട്ടാനുള്ളത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, വളരെ ഗൗരവത്തോടെ ആയിരിക്കണം ഈ സദസ്സിനെ നിങ്ങൾ വീക്ഷിക്കേണ്ടത്, ഈ സദസ്സിനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കുക. കളിയല്ല, തമാശയല്ല, ഹബീബിന്റെ നാക്കുകൊണ്ട് പ്രഖ്യാപിച്ച സത്യങ്ങളാണിത്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ ഹുവസ് സമീഉൽ അലീം. നമുക്കിതിനൊക്കെ സംശയം വരികയാണല്ലേ. ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ നാട്ടുകാരൻ, നിങ്ങളറിയും, എൻ്റെ നാട്ടുകാരനായ ബഹുമാനപ്പെട്ട മുഷാവറ മെമ്പറായിരുന്ന മർഹൂം ഇബ്രാഹിം മുസ്ലിയാർ മുണ്ടമ്പ്ര ഉസ്താദ് എന്ന പേരിലാണ് അറിയപ്പെടാറുള്ളത്. നിങ്ങൾക്കൊക്കെ പലർക്കും അറിയും. വഫാത്തായി പോയി, അല്ലാഹു അവരുടെ ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ. ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ ജീവിക്കുന്ന കാലത്ത് സാധുവായി എനിക്ക് തന്നിരുന്നു. എന്നും ഓർക്കപ്പെടേണ്ട വ്യക്തിയാണ്, ഓർക്കേണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറയുന്നത്, ബഹുമാനപ്പെട്ട ഉസ്താദ് പലപ്പോഴും വ്യാഴാഴ്ച ദർസ് നിർത്തി നാട്ടിൽ വന്നാൽ ഒരു വലയെടുത്ത് പുഴയിലേക്ക് ഇറങ്ങും. എന്തിന്? മീൻ പിടിക്കാൻ വേണ്ടി. മീൻപിടുത്തം ഉസ്താദിന്റെ ഒരു ഹോബിയായിരുന്നു. വല എറിഞ്ഞിട്ട് മീൻ പിടിക്കും. അത് ഉസ്താദിനെ പറ്റി അടുത്തറിയുന്നവർക്കൊക്കെ അറിയാവുന്ന ഒരു സംഗതിയാണ്. ഒരു രാത്രിയിൽ അതാ മീൻ വലയെറിഞ്ഞ് ആ വല കരക്ക് വലിച്ചിട്ട് ഒരു കാടിനരികിൽ വെച്ച് കരക്ക് വലിച്ചിട്ട് മീൻ പെറുക്കിയെടുക്കുമ്പോ ആ കാട്ടിൽ നിന്നൊരു സർപ്പം ചാടിയിട്ട് ഉസ്താദിനെ കൊത്തി കടിച്ചു. ഇതൊരു എനിക്ക് നേരിട്ടുള്ള ഒരു അനുഭവമാണ് പറയുന്നത്. ഉസ്താദ് ഉടനെ തന്നെ അവിടുന്ന്, മോൻ കൂടെയുണ്ട്, ആ മോൻ വളരെ ബേജാറായി, പെട്ടെന്ന് പോകുപ്പാന്ന് പറഞ്ഞു. ഇനി ഒന്നും വേണ്ട, വേഗം ഹോസ്പിറ്റലിൽ പോകണം. ഞാൻ ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ ഇത് അഭിമാനത്തോടെയാണ് ഹദ്ദാദ് റാത്തീബിന്റെ ഈ വിശദീകരണം പറയുന്നത്. ഉസ്താദ് പറഞ്ഞു, മോനെ, ഞാൻ കുത്തുബി തങ്ങളുടെ ത്വരീഖിലുള്ള ഹദ്ദാദ് ചൊല്ലുന്നവനാ. ആ ഹദ്ദാദിൽ ഇന്നും ഞാൻ ചൊല്ലിയിട്ടുണ്ട്. എന്താ? ഈ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇത് പൊന്നാര നബി പറഞ്ഞതാണെങ്കിൽ ഈ കാട്ടുന്ന് ചാടിയ പാമ്പിനെ എന്നെ ബുദ്ധിമുട്ടിക്കാൻ കഴിയൂല. എന്റെ മുത്തന്നോട് പറഞ്ഞത്, മുത്തുനബി എന്നോട് പറഞ്ഞത്, പൊന്നാര നബി എന്നോട് പറഞ്ഞത് ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ, ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയൂല എന്നാണ്, ആകാശത്തും ഭൂമിയിലും. അതുകൊണ്ട് ഒരു പേടിയും വേണ്ട. ഒരു ഗ്ലാസ് വെള്ളം എടുത്തു. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇത് ബഹുമാനപ്പെട്ട ഉസ്താദ് 7 വട്ടം ചൊല്ലി അതിലേക്ക് ഊതി അത് കാലിൽ ഒഴിച്ചു. ഒരു പ്രശ്നവും ഉണ്ടായില്ല, ഒരു ഹോസ്പിറ്റലിലും പോയിട്ടില്ല. ഉറപ്പാണത്. അതിനാണ് ഈമാനിന്റെ ഉറപ്പ് എന്ന് പറയാ. അതില്ലെങ്കിൽ സംഗതി അപകടമാണ്. ഇതിനാണ് ഈമാൻ എന്ന് പറയാ. അതുകൊണ്ട് തന്നെ ആ മരണശേഷം, വഫാത്തിന് ശേഷം ആ മുഖം എന്തൊരു ഭംഗിയായിരുന്നു. ചിരിച്ചുകൊണ്ട് കിടക്കുന്ന, ഒരു ഇളം ചിരിയിൽ കിടക്കുന്ന മുഖം. വളരെ സന്തോഷത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് ഈമാനിനാണ് കേട്ടോ വലുപ്പം. ഈമാനിനാണ് വലുപ്പം. അമലിനേക്കാളൊക്കെ ഗൗരവം ഈമാനിനാണ്. ആ ഈമാൻ തറോ ആണോ? ഒന്നും പേടിക്കേണ്ടതില്ല. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഒരഅറാബി വരുന്നു റസൂലുള്ളാഹിയുടെ അടുത്ത്. ഒരു കാട്ടറബിയാണ്. സംസ്കാരമില്ലാത്ത ആളുകളാണ് ഈ അറാബികൾ. ഏതാവട്ടെ, ഇവിടെ അത്തരത്തിലുള്ള പ്രതിസന്ധിയല്ല. ഇവിടെ ഒരു സങ്കടം പറയാനാ വന്നത്. എന്താ വന്നിട്ട് പറഞ്ഞത്? യാ റസൂലല്ലാഹ് ഇന്നി സഖീം, നബിയേ, എനിക്കൊരു രോഗമുണ്ട്. വലാ യസ്തഖീമു തആമു വശറാബു ഫീ മഅദതി, എൻ്റെ ആമാശയത്തിലെ ഭക്ഷണവും വെള്ളവും ഒന്നും കറക്റ്റ് ആകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദഹന പ്രക്രിയ നേരെയല്ല. വലാ യസ്തഖീമു തആമു വല ശറാബു ഫീ മഅദതി, അതിന്റെ ആശയം എൻ്റെ ദഹന പ്രക്രിയ നേരെയല്ല.
ദഹിച്ചു കിട്ടുന്നില്ല, സംഗതികളൊന്നും ദഹനം മര്യാദക്ക് നടക്കുന്നില്ല, വയറിന് കംപ്ലൈന്റ് ആണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫദ്ഉല്ലാഹ ലി ബിസ്സിഹ, അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് സുഖപ്പെടാൻ നബിയെ പടച്ചവനോട് ദ്വാരക്കോ അതാ ചോദിച്ചു വന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഉടനെ നബി തങ്ങളുടെ മറുപടി, ഇദാ അകൽത തഅമൻ ഔ ശറാബാ, ദ്വാരക്ക, അതിനോടൊപ്പം പരിഹാരം പറഞ്ഞു കൊടുക്കുക റസൂലുള്ളാഹി. ഇനി ഏതൊരു ഭക്ഷണം കഴിച്ചാലും ദഹനക്കേടിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ, എന്തൊരു ഭക്ഷണം കഴിച്ചാലും എന്തൊരു വെള്ളം കുടിച്ചാലും ഫഖുൽ, ഉടനെ പറഞ്ഞേക്കണം, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇത് പറഞ്ഞാൽ ഫഇന്നഹു ലാ യദുറുക ദാഉഹു, ആ വയറിന്റെ രോഗം പിന്നെ നിന്നെ ശല്യം ചെയ്യൂല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന നല്ല നല്ല സംഗതികളാണ്. അതെത്ര ഗൗരവമുള്ള രോഗമാണെങ്കിലും ശരി, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ധൈര്യമുണ്ടോ? നിങ്ങൾ ചികിത്സകൾ നടത്തിക്കോളൂ, ഡോക്ടറെ കണ്ടോളൂ, മരുന്ന് കുടിച്ചോളൂ, അതിനൊന്നും എതിർപ്പ് പറയുന്നില്ല. കാരണം അതൊന്നും ഇസ്ലാം വിലക്കിയതല്ല. പക്ഷേ ഇന്ന് നിങ്ങൾ കുറച്ച വിശ്വാസമുണ്ടെങ്കിൽ, വയറിനകത്ത് പുണ്ണാണ്, ഓപ്പറേഷൻ വേണം എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര പേടിയിലാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ശരിക്ക് തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന് ചൊല്ലൂ, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. എത്ര വട്ടം ചൊല്ലാൻ കഴിയോ ചൊല്ലിയിട്ട് വെള്ളത്തിലൂതിയിട്ട് അല്ലാഹു എന്റെ രോഗം സുഖപ്പെടുത്തുമെന്ന വിശ്വാസത്തില് അങ്ങ് കുടിച്ചോ. ഗർഭപാത്രത്തിൽ പ്രശ്നമുള്ള ഉമ്മമാരുണ്ടോ? വയറിനകത്ത് പ്രശ്നമുള്ള ഉപ്പമാരുണ്ടോ? രോഗങ്ങളെ കൊണ്ട് വിഷമിക്കണ്ട, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഓഫറാണ്. ഈമാനിന് എത്ര കണ്ട് കഴമ്പുണ്ട്, അതിനനുസരിച്ച് രോഗം സുഖപ്പെടും. ഈമാൻ നല്ല കട്ടുകട്ടിയാവണം. നമുക്കിത് ഇനിയിപ്പോ മൂലര് പറഞ്ഞില്ലേ, അതൊന്നാണ് നോക്കിക്കളാ, എന്നാ പിന്നെ നോക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. ഏതായാലും ഇപ്പൊ പറഞ്ഞില്ല, അതും കൂടെയാണ് നോക്കിക്കളാ, എന്നാ പിന്നെ നോക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. ശരിക്ക് ഈമാൻ, ഉറച്ച ഈമാൻ, അതാണ് ബഹുമാനപ്പെട്ട മുണ്ടം ഉസ്താദിൽ അന്ന് പ്രകടമായത്. ഖുത്ബി തങ്ങളുടെ ചരിത്രത്തിൽ അങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ട്. പാമ്പ് കടിച്ചിട്ട് എങ്ങോട്ടും കൊണ്ടുപോകണ്ട, വിഷം പറ്റിയിട്ട് ഒരു ബേജാറുമില്ല, കാരണം ഈമാന്റെ കട്ടിയാണ്. നമുക്ക് നിൽക്കാൻ കഴിയോ? ഇപ്പൊ ഈ പ്രസംഗിക്കുന്ന ഞാൻ പ്രസംഗിക്കാനൊക്കെ സംഗതിയൊക്കെ ഉഷാറൊന്ന് കഴിച്ചു നോക്കണ്ട, ഇതിന്റെ കോലം ഉണ്ടെങ്കിൽ അല്ലേ? അപ്പോഴാണ് എന്റെ ഈമാന്റെ കട്ടി നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുക, അത് കുറവാണ്. നേരെ മറിച്ച് ഇവർക്ക് നല്ലൊരു യഖീനുണ്ടായിരുന്നു, ഒരു ഉറപ്പ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇത്രയൊക്കെ മഹത്തുള്ള ഈ ദിക്ർ അടങ്ങിയ ഹദ്ദാദ് റാത്തീബ് ഇത് നമ്മൾ ചൊല്ലരുത് എന്ന് പറയുന്നത് എന്തൊരു അക്രമമാണ്, എന്തൊരു അക്രമമാണ് ഈ പറയുന്നത്. ദിവസവും മനുഷ്യന്റെ മുഴുവൻ സംരക്ഷണങ്ങൾക്കും ആവശ്യമായ ദിക്റുകൾ മുഴുവൻ ഇതിൽ കോർത്തിണക്കിയിട്ടുണ്ട്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു, ചരിത്രം പറയുകയാണെങ്കിൽ കുറെ പരിചയപ്പെടുത്താനുള്ള ഒരു മഹാനാ. മുമ്പ് ഭയങ്കര ബിസിനസ്സും കാര്യമൊക്കെ ആയിട്ട് നടന്നതാ. പിന്നെ അള്ളാഹുവിന്റെ റസൂലിനോട് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ ഒഴിവാക്കിയിട്ട് പള്ളിയിൽ വന്ന് ഇബാദത്ത് ചെയ്യാൻ തുടങ്ങിയ ഒരു മഹാനാണ്. അത് അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നിടത്ത് വിശദമായിട്ട് പറയുന്നുണ്ട്. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അടിമ പെണ്ണ് ബഹുമാനപ്പെട്ടവർക്ക് 40 ദിവസം വിഷം കലക്കി കൊടുത്തു. 40 ദിവസേ, ഒരു ദിവസം 2 ദിവസം അല്ല, 40 ദിവസം. 40 ദിവസം വിഷം കൊടുത്തു. ഇത് തീരെ ഫലിക്കുന്നില്ല, ഇത് കൊടുത്തിട്ടൊന്നും. അതുകൊണ്ടൊന്നും ഒരു വിഷമം മഹാനവറുകൾക്കില്ല അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്. കാരണം എന്താ? ഇന്നഹു കാന യഖൂലു ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് എന്നും ചൊല്ലാറുണ്ടായിരുന്നു. അതുകൊണ്ടൊന്നും ഏറ്റില്ല. അങ്ങനെ ഈ സംഭവം ഒരു സ്ഥലത്ത്, പ്രത്യേകിച്ച് ലംഅത്തുൽ ബുനിയയുടെ ഷറഹിൽ ഇതേക്കുറിച്ച് ഈ സംഭവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഈ സംഭവം തന്നെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞപ്പോൾ, ഹയാത്തുൽ ഹയവാനിൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ ഇത് പറഞ്ഞ സമയത്ത് ആ സംഭവം രേഖപ്പെടുത്തുമ്പോൾ ഇത്രയും കൂടെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഈ പെൺകുട്ടി അവസാനം ഈ അടിമ പെണ്ണ് ഇയാളോട് ചോദിച്ചത്രേ, ബഹുമാനപ്പെട്ടവരോട്, അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല ബഹുമാനപ്പെട്ടവരെ, നിങ്ങൾ എന്ത് ജാതിയാണ്, നിങ്ങൾ എന്താ ജാതി എന്ന് ചോദിച്ചത്രേ.
എന്താ ഈ ജാതി ചോദിക്കാൻ കാരണം? അങ്ങനെ തന്നെയാ ചോദ്യം. മിൻ അയ്യി ജിൻസിൻ അംതാം, നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടതാന്ന് പറഞ്ഞു ചോദിച്ചു. അപ്പൊ ചോദിച്ചു, എന്തെങ്കിലും ജാതി ചോദിക്കുന്ന അന ആദമിയും മിസ്ലുക്കി, ഞാൻ എന്നെ പോലെ മനുഷ്യൻ തന്നെ, നീ ഒരു മനുഷ്യ പെണ്ണ്, ഞാനൊരു മനുഷ്യനായ ആണ്. ഇത്ര അല്ലല്ല, നിങ്ങൾ മനുഷ്യനൊന്നല്ല, നിങ്ങൾ വേറെ എന്തോ ഒരു വർഗമാണ്. പെണ്ണത് പറയും. എന്താ നീ ഇങ്ങനെ പറയാൻ കാരണം? 40 ദിവസം തുടരെയായിട്ട് ഞാൻ നിങ്ങൾക്ക് വിഷം തന്നു നോക്കി, ഒന്ന് അവസാനിച്ച് കിട്ടുമോ നോക്കാൻ. 40 തവണ തന്നിട്ട് ഫലം നിങ്ങൾക്കത് തീരെ ഫലിക്കുന്നില്ല. എന്താണ് ഇതിന്റെ കാരണം? അപ്പൊ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്രേ, നിനക്കറിയോ അമാലിറ്റി, മോളെ നിനക്കറിയൂലേ, അന്നദാക്കിരില്ല, അന്നദാക്കിരില്ല, നിശ്ചയം അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന മഹാന്മാർ, അന്നദാക്കിരില്ലാഹി, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന മഹാന്മാർ, ലാ യദുർറുഹും ശൈ, അവർക്കൊരു ചുക്കുമേൽക്കൂല എന്ന് നിനക്കറിയൂലേ. വഅന കുന്തു അദ്കുറു ബിസ്മിഹിൽ അഅ്ളം, ഞാൻ ഇസ്മുൽ അഅ്ളം ചേർത്ത് ദിക്ർ ചൊല്ലാറുണ്ട്. ഖാലത്ത് വമാഹു, അപ്പോൾ അവൾ ചോദിച്ചു, അതേതാന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? ഖാല ബിസ്മില്ലാഹില്ലദീ ലാ യദുർറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇതാണ് ഇസ്മുൽ അഅ്ളം. ഏതാണെന്ന് ഒരു